ഇന്ന് 35ഓളം കൺട്രികളിൽ ക്ലയൻസ് ഉള്ള 450 ജോലിക്കാരുള്ള 40 crores ടേൺ ഓവറുള്ള ഒരു വലിയ കമ്പനി തന്നെ പടുത്തുയർത്തി. 11 വർഷം ഞാൻ സിംഗിൾ ഇമെയിൽ പോലും റൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണ് കൺവേ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണോ അത് ഇതിന് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു ചലഞ്ചിനെ അതിജീവിച്ചുകൊണ്ടാണ് ഡിഗ്രിയിലും അതേപോലെ PGയിലും ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. അക്കാഡമിക്കലി സ്ട്രോങ് ആയിരുന്നു പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ടൈപ്പ് ഒരാളല്ലായിരുന്നു. നമ്മൾ പിന്നീട് എൻട്രി ഫാക്ടർ എന്ന് വെച്ചാൽ ഇമോഷൻ കോഷ്യന്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ടീം മെമ്പേഴ്സിന് ഇപ്പോ പെൻസ് വാങ്ങിച്ചു കൊടുത്തതൊക്കെ ഭയങ്കര വലിയ ന്യൂസ് ആയിരുന്നു. ഈ കേരളം സത്യം പറഞ്ഞ ഒരു ഞെട്ടിയ ഒരു ന്യൂസ് ആയിരുന്നു. ആദ്യത്തെ ടെസ്ല കേരളത്തിൽ എടുക്കാൻ പറ്റുമോ നോക്കാം. വെൽക്കം ടു ടുഡേസ് പോഡ്കാസ്റ്റ്, വില്ലേജ് ഡ്രീംസ് ടു ഗ്ലോബൽ ടെക്. സോ എൻ്റെ വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള 2 ഫ്രണ്ട്സ് ആണ് എന്ന് മുന്നിലുള്ളത്. ഫൗണ്ടർ ആൻഡ് MD ഓഫ് വെബ് ആൻഡ് ഗ്രാഫ്സ് ആൻഡ് CEO ഓഫ് വെബ് ആൻഡ് ഗ്രാഫ്സ്, ജിലു ജോസഫ്. ഞാനും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു 10ാമത്തെ വയസ്സിൽ തന്നെ ഒരു ടോർച്ച് ഉണ്ടാക്കി കോട്ടയത്തെ പോലൊരു സ്ഥലത്തിൽ നിന്ന് എന്റർപ്രണർ ജേണിയുടെ തുടക്കം. അപ്പോൾ 10 വയസ്സിൽ തന്നെ തുടങ്ങുക പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് പോകാം. അതിനിടയ്ക്ക് ഡിസ്ലെക്സിയ എന്നുള്ള ഒരു ചലഞ്ചും ഫേസ് ചെയ്തു. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ട്, പലർക്കും പല രീതിയിലായിരിക്കും അത് ആ ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരിക. ഒത്തിരി ആൾക്കാർ ഫേസ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അതൊക്കെ ഫേസ് ചെയ്തിട്ടാണെങ്കിലും ശരി, ഇലക്ട്രോണിക്സിനോട് ഒരു നല്ല കമ്പം എബിനുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പത്തെ വളർത്തിയെടുത്ത് വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്യുന്നതിൽ അതിൽ ഒരു എക്സ്പേർട്ടായി മാറി വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് ഗ്ലോബൽ ടെക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലോബലി റെലവൻ്റ് ആയിട്ടുള്ള ഇന്ന് 35ഓളം കൺട്രികളിൽ ക്ലയൻസ് ഉള്ള 450 ജോലിക്കാരുള്ള 40 crores ടേൺ ഓവറുള്ള ഒരു വലിയ കമ്പനി തന്നെ പടുത്തുയർത്തി. എന്തായാലും ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു ചലഞ്ചിനെ അതിജീവിച്ചുകൊണ്ടാണ് അങ്ങനെ ഇത്രയും വലിയൊരു നേട്ടത്തിലേക്ക് എത്തിയത്. ഞാൻ സത്യം പറഞ്ഞ എബിൻ എൻ്റെ ഒരു സുഹൃത്താന്ന് പറയുന്നതിൽ ഇത്രയും വർഷവും എന്നും വിപിന്റെ ഓരോ വിജയങ്ങളും സത്യം പറഞ്ഞ വളരെയധികം സന്തോഷത്തോടു കൂടിയും ഞാനൊരു ഫ്രണ്ടാന്നുള്ളതിലും എന്നും അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പേഴ്സണലി പറഞ്ഞത്. അതുപോലെ തന്നെ എബിന്റെ വൈഫ് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന പോലെയാണ്. കാരണം എബിന് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എബിനോട് പറയുന്നതാണ്, എന്നും അത് ജിലു ആണ് തിരുത്തുന്നത്. ഇന്ന് ജിലു വെബ് ആൻഡ് ക്രാഫ്റ്റ്സിന്റെ CEO ആണ്. ജിലുവിനെ പറ്റി പറയുകയാണെങ്കിൽ ജിലു ഡിഗ്രിയിലും അതേപോലെ PGയിലും ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. അത് മാത്രമല്ല കോഗ്നിസൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ 3 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഫിനാൻസ് HR റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് വർക്ക് ചെയ്തെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ടെക്നോളജിയിലായിരുന്നു. പ്രോഗ്രാമിംഗ് അനലിസ്റ്റ് ആയിരുന്നു. ജിലുവിന്റെ എക്സ്പെർട്ടൈസും എബിന്റെ ഗ്രോത്തിനെ ഒരു ലെവലിൽ നിന്ന് എനിക്ക് തോന്നുന്നു 40 എംപ്ലോയീസ് ഒക്കെ ഉള്ള സമയത്താണ് ജിലു വരുന്നത് തോന്നുന്നു. ഒരു 38ാമത്തെ ആളായിട്ടാണ് ജിലു വരുന്നത്. ബട്ട് ഒരു കോഫൗണ്ടിങ് മാച്ച് അല്ലെങ്കിൽ ഒരു കമ്പനി വളർത്തുന്നതിൽ 2 പാർട്ട്നേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് എന്നുള്ള രീതിയിൽ ലൈഫിലും കമ്പനിയിലും രണ്ടുപേരും ഭയങ്കര പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ആ ഒരു പാർട്ട്ണർഷിപ്പിന്റെ സ്ട്രെങ്തിനെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പൊ എനിക്കൊരു ഫസ്റ്റ് കാര്യം മനസ്സിലാക്കാണെന്ന് പറഞ്ഞെങ്കിൽ, ഇപ്പോൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് നമുക്ക് പിള്ളേരിലൊക്കെ പഠിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ചലഞ്ചാണ്. അപ്പൊ അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും വലിയൊരു കമ്പനിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരിക്കാം എബിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തായിരുന്നു അന്നത്തെ അതിനോടുള്ളൊരു മൈൻഡ് സെറ്റ്? നമുക്ക് ചിലപ്പോൾ ചലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ്. താങ്ക് യു ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിന്. എനിക്ക് ഡിസ്ലെക്സിയ ഉണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നത് എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് ഇയർ ആണ്. ഒന്ന് റീസൺ എന്താന്ന് ചോദിച്ചാല്, ഞാൻ നല്ല രീതിയിൽ മാക്സിമം പഠിച്ച് കാര്യങ്ങളൊക്കെ എക്സാം എഴുതി. എന്നാലും എക്സാമിൽ എനിക്ക് ആദ്യത്തെ എല്ലാം തന്നെ വാഷ് ഔട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ റിസൾട്ട് വന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരിക്കലും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഗാർഡിയൻ എന്ന് പറയാം, ഇപ്പൊ അടുത്ത സുഹൃത്ത് ഇതെന്താ ഇവന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ
എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഇവന് അത്യാവശ്യം കാര്യങ്ങളിൽ ടെക്നിക്കലിക്ക് നോളജ് ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ പുള്ളി എന്നെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചു, മനസ്സിലാക്കാൻ ശ്രമിച്ചു. പിന്നെ പുള്ളിയുടെ കൂടെ തന്നെയാണ് ഞാൻ കുറെ കാലം നിൽക്കുന്ന ഫസ്റ്റ് ഇയർ. അപ്പോൾ പുള്ളിക്ക് അറിയാം എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. പുള്ളി കുറെ വേർഡ്സിന്റെ സ്പെല്ലിങ്സ് എന്നോട് ചോദിക്കുന്നു, അർത്ഥങ്ങൾ ചോദിക്കുന്നു. അപ്പൊ ഇതിനൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരം മനസ്സിലാകുന്നു. അങ്ങനെയാണ് പുള്ളി എനിക്ക് ഡിസ്ലെക്സിക് ആണെന്നുള്ളത് ഞാനും മനസ്സിലാക്കുന്നത്, പുള്ളി മനസ്സിലാക്കുന്നത്. അതുവരെ എന്ന് പറഞ്ഞാൽ ഞാൻ താരെ സമയം എന്ന് പറയുന്ന പടം ആ സമയത്ത് തന്നെ കാണുന്നത്. ഓൾമോസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ജീവിതം ആ പടം വളരെ റിലേറ്റഡ് ആണ്. റിലേറ്റഡ് എന്നല്ല, അതായത് എന്റെ ഒരു സ്റ്റോറി ആയിട്ട് വെറുതെ ഞാൻ ചോദിക്കുന്നതാണ്, ആ പടം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ ലൈഫില്? തീർച്ചയായിട്ടും ഒരുപാട് ഇൻസ്പയർ ചെയ്തൊരു, എല്ലാവർക്കും ഇൻസ്പയർ ചെയ്യുന്ന ഒരു പടമാണ്. പ്രത്യേകിച്ച് ഞാനൊരു മൂവി പ്രൊഡ്യൂസർ കൂടി ആയിട്ട് ഇപ്പോഴും ചിന്തിക്കുന്നതാണ്, ഫിലിംസ് നമ്മൾ ആൾക്കാരെ ഒത്തിരി ഇൻസ്പയർ ചെയ്യും. അതെ, അതുകൊണ്ട് മൂവീസ് ഞാൻ ആക്ച്വലി ആദ്യം ഫിലിം എടുക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചത് പോലും ഒത്തിരി മാസിനെ ഫിലിംസ് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പം എബിന്റെ സ്റ്റോറിയിലും അത് കേൾക്കാൻ പറ്റുന്നത് സന്തോഷമുണ്ട്. പക്ഷെ അതിനുള്ള പയ്യന്റെ അത്ര വലിയ പ്രോബ്ലം ഒന്നും അല്ല. എനിക്ക് ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടാണ് റീഡ് ചെയ്യാനും എഴുതാനും. അപ്പം വെരി റീസെന്റ് ആയിട്ടാണ് ഞാൻ എനിക്ക് ഇംഗ്ലീഷൊക്കെ വായിക്കാനും പറയാനും ഒക്കെ സാധിക്കുന്നത്. ഇന്നൊന്നും ഇത് പറഞ്ഞ ആരും അല്ല ജിലു, ആരും വിശ്വസിക്കാത്ത പോലും ഇല്ല. ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്, ഇതുവരെ ഞാൻ ഒരിടത്തും അത് പറഞ്ഞിട്ടില്ല. വളരെ ഈവൻ എന്റെ കമ്പനിയിൽ പോലും എത്ര പേർക്ക് അറിയുന്നതില്ല. ഞാൻ ആദ്യത്തെ 13 വർഷം ആവാൻ പോകുന്നു. 11 വർഷം ഞാൻ സിംഗിൾ ഇമെയിൽ പോലും റൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വിശ്വസിക്കത്തുമില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ അതൊരു റൈറ്റ് അപ്രോച്ച് ആയിരിക്കും. കാരണം ഇനിഷ്യലി അത് പറഞ്ഞാലും ചെയ്യാം കമ്പനിയുടെ ആ ഒരു ഏർലി സ്റ്റേജിൽ. പിന്നെ ടീം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷെ ഞാൻ മെയിൽ അയച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ എന്റെ മെയിലൊന്നും അയച്ചിട്ടില്ലെന്നല്ല, ഞാൻ സ്വന്തമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ടില്ല. ഞാനൊരു സിംഗിൾ സെന്റൻസ് പോലും എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോ അത് പക്ഷെ എനിക്ക് എന്റെ മെയിലിൽ നിന്ന് ഞാൻ ഒരാൾക്ക് അയക്കുമ്പോ, ഇവൻ സാറിന് പോലും നമ്മൾ പല പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് മെയിലുകൾ അയച്ചിട്ടുണ്ട്, വളരെ പേഴ്സണൽ മെയിലുകളും അയച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് വേണ്ടി ഡ്രാഫ്റ്റ് ചെയ്യാം. അപ്പം പക്ഷെ എന്റെ എനർജി, എന്റെ ഇമോഷൻസ് എന്റെയായ രീതിയിൽ പോകണം എപ്പോഴും. അത് വേറെ ആരെഴുതിയാലും അങ്ങനെ പോണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. അത് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സ്കില്ല് അല്ലേ? പക്ഷെ അത് ജിലു വന്നതിന് ശേഷം അത് ജിലു ആണ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയും, എന്റെ മനസ്സിലുള്ള രീതിയിൽ എഴുതാൻ ഇപ്പൊ വേറെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാൻ വരുമെങ്കിലും ജിലു എഴുതിയാലേ അത് ശരിയാവുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറെ കാലങ്ങൾ കൊണ്ട് അങ്ങനെ എന്റെ എനർജി എന്താണ്, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ജിലുവിന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അതാണ് കോപ്പറേറ്റർ ബാച്ച് അല്ലെങ്കിൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനില് ഈ പറയുന്ന ലാംഗ്വേജിന് അപ്പുറത്തേക്കുള്ളത്, അതിൽ പോകേണ്ട ഒരു എനർജി, അതിന്റെ ഒരു നമ്മൾ എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണല്ലോ, അത് ഇതിന് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പൊ നമ്മളത് ഇപ്പൊ എങ്ങനെ എഴുതിയാലും അത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഇപ്പൊ പറഞ്ഞുതരും. ഓക്കെ, ഇതിങ്ങനെയല്ല, അത് പോകേണ്ടത് ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എനർജിയിലാണോ, ഇത് ഇന്ന വേർഡ്സ് വരണം. പ്രത്യേകിച്ച് നമ്മൾ എഴുതുമ്പോൾ ചില വേർഡ്സ് മിസ്സിംഗ് ആണെങ്കിൽ പറയും, ഓക്കെ, ഈ പർട്ടിക്കുലർ വേർഡ് ഉണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട് എന്നുള്ളത്. സോ ആ ഒരു ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കും. സോ ശരിക്കും ഡിസ്ലെക്സിയ എന്നുള്ളത് ഒരു പ്രോബ്ലം ആണെങ്കിലും സ്കില്ല് അതിനെ ശരിക്കും ഓവർകം ചെയ്യും എന്നാണ് പറയുന്നത്. എക്സ്പീരിയൻസിൽ എന്താണ് എനിക്ക് തോന്നുന്നത് ഈ അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കമ്പനിയിൽ വാല്യൂ ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. ഞങ്ങൾ പലപ്പോഴും ഇപ്പൊ പറയാറുണ്ട്, അതൊരു ഫാക്ടറാണ്. ഇപ്പൊ നമ്മൾ പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുമ്പോഴും കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് നോക്കാൻ പറയും HR ടീമിനോട്. പക്ഷെ അതൊരിക്കലും നമ്മുടെ ലാംഗ്വേജ് എന്നുള്ളൊരു ഇതിലല്ല, അതായത് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിച്ചോ, ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ല സംസാരിച്ചോ എന്നുള്ളതിലല്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ അത് അപ്പുറത്തേക്കുന്ന ഒരാൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. അതുപോലെ ക്ലയന്റ് പറയുന്ന ഒരു കാര്യം, ഇപ്പൊ അവരുടെ ഒരു ആവശ്യം, അവർ ചിലപ്പോൾ പറയും എനിക്ക് ഒക്കെ ഇന്നത് വേണം, അതിനപ്പുറത്തൊരു വാല്യൂ ഉണ്ട് അവരുദ്ദേശിക്കുന്നത്. അത് മാർക്കറ്റ് ഇത്ര ഇമ്പാക്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇതാണ് അവരുദ്ദേശിക്കുന്ന ഒരു വാല്യൂ അഡീഷൻ ടു ദി എൻഡ് ഇൻഡസ്ട്രി എന്നുള്ളത്. അപ്പൊ ആ ഒരു ഐഡിയ കിട്ടുന്ന ആൾക്കാരെയാണ് നമ്മള്. എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് പോലും ഇപ്പൊ എല്ലാവരും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ലാംഗ്വേജ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റുഡൻസ് പോലും ചിലപ്പോൾ ചില സമയത്തൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ടാവുമല്ലേ, നല്ല ലാംഗ്വേജ് ആണ് നല്ല കമ്മ്യൂണിക്കേഷൻ. ശരിക്കും അതല്ല എന്നാണ് പറയുന്നത്. ശരിക്കും മറ്റൊരു ലോജിക് സെൻസ് അല്ലെങ്കിൽ അല്ലെ, അതായിരിക്കും ലാംഗ്വേജും ഒരു ഫാക്ടർ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്റർനാഷണൽ എക്സ്പോഷറിലേക്ക് വരുമ്പോൾ ആണ്.
പക്ഷെ എനിക്ക് ഇപ്പൊ AI ഒക്കെ വന്നതോടുകൂടി ഒരുപാട് പിന്നെ കുറച്ച് പ്രാക്ടീസോടുകൂടി അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. എന്റെ അഭിപ്രായത്തിൽ ലാംഗ്വേജ് വേണം കേട്ടോ. അതെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ടെക് ലാൻഡ്സ്കേപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മസ്റ്റ് ആണ്. നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുക, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. അതോടൊപ്പം തന്നെ ഒരു ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അയോചിതമല്ലാത്ത രീതിയിലും മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന രീതിയിലും മറ്റുള്ളവരുടെ വാല്യൂ കൊടുത്തുകൊണ്ടൊക്കെ സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു കഴിവ്. ആ ഒരു ഇത് ബിൽഡ് ചെയ്തെടുക്കണമെന്നാണ്. അപ്പൊ അത് നമ്മളിപ്പോ ഹയർ ചെയ്യുന്നതിലും ഇപ്പൊ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കാര്യമാണ് ആക്ച്വലി നല്ലൊരു സ്കില്ല് ഉണ്ടായിരിക്കണം. അതായത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം. ബാക്കി എന്തൊക്കെയായിരിക്കണം ഒരു +2 കഴിയുന്ന ഒരു സ്റ്റുഡൻസ് ഇപ്പോൾ ഇതുപോലുള്ളൊരു കമ്പനി അല്ലെങ്കിൽ ഇപ്പോൾ വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് പോലുള്ള ഒരു കമ്പനിയിലൊക്കെ പ്ലേസ്മെന്റ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു നല്ല ടെക് കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെയാണ് സൂക്ഷിക്കുന്നത്? ഞങ്ങൾ ഈ ഇടയ്ക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പം ഇനിഷ്യലി എല്ലാം നമ്മുടെ കമ്പനിയുടെ ഒരു മെയിൻ ഫോക്കസ് വെച്ചാൽ ആറ്റിറ്റ്യൂഡാണ്. എനിക്കറിയാം ഒരു ക്ലീഷ ആൻസർ ആയിരിക്കും, എല്ലാ കമ്പനികളും അതിൽ ഫോക്കസ്ഡ് ആണ്. പക്ഷെ കമ്പനി മാറുന്ന അനുസരിച്ച് ഗ്രോ ചെയ്യുന്ന അനുസരിച്ചിട്ട് അതിന്റെ ഒരു റിക്വയർമെന്റ് മാറിക്കൊണ്ടേയിരിക്കും. അതൊരു ഫാക്ട് ആണ്. നമുക്ക് വേണമെങ്കിൽ പറയാം ആറ്റിറ്റ്യൂഡ് ആദ്യം, സ്കില്ല് പിന്നീട് എന്നൊക്കെ പറയാം. അതൊരു സ്റ്റേജിലാണ്. then അതിനുശേഷം നമുക്ക് അതിന്റെ ഒരു കോമ്പിനേഷൻ മാറിക്കൊണ്ടേയിരിക്കും. ഇന്നിപ്പോ പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണെങ്കിലും ഒരു കമ്പനിയുടെ വാല്യൂ അതിന്റെ കൾച്ചറിനോട് ഫിറ്റ് ആകുക എന്നുള്ളത് വലിയൊരു പോയിന്റ് ആണ്. സോ ഇപ്പൊ നമ്മുടെ വെബ് ആൻഡ് ക്രാഫ്റ്റ്സിന്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ ഇന്റഗ്രിറ്റി ഓഫ് കോഴ്സ് ഇസ് എ ഫാക്ടർ. ഇന്റഗ്രിറ്റി ഇൻ ദ സെൻസ് ഒക്കെ അതൊരു ഓവറോൾ ഒരു അപ്രോച്ച് ആണല്ലേ ഒരാൾക്ക് ഉണ്ടാവേണ്ട ഒരു. അത് നമ്മുടെ ക്ലയൻസിനെ ഡീൽ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ ടീമിനോട് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും സോ ഇന്റഗ്രിറ്റി മാറ്റേഴ്സ് ഓഫ് കോഴ്സ്. സോ സെക്കൻഡ് തിങ് ഈ പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ ലെവലില് ദാറ്റ്സ് എ ഫാക്ടർ നൗ. ആൻഡ് തേർഡ് തിങ് സ്കിൽ ഓഫ് കോഴ്സ്. പ്രത്യേകിച്ച് ഇപ്പൊ AI ഒക്കെ വന്നു കഴിഞ്ഞപ്പം അതിനെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന്റെ ഒരു ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വേൾഡ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. പണ്ട് ഒരു ചേഞ്ച് ഉണ്ടാവുന്നത് ഇയേഴ്സ് എടുത്തിട്ടാണ്. ഇപ്പൊ 10 years അല്ലെങ്കിൽ 20 years അങ്ങനെയൊക്കെ എടുത്തിട്ടാണ്. ഇപ്പൊ പെട്ടെന്നാണ് ടെക്കിലുള്ള ചേഞ്ചസും ഓപ്പർച്യൂണിറ്റീസും. അപ്പൊ അതുകൊണ്ട് ടെക്നോളജി ബേസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ടെക്നോളജി പ്രൊഫഷണൽസ് മാത്രമല്ല, ഈവൻ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും എല്ലാ പ്രൊഫഷൻസിലുള്ള ആൾക്കാരും മാറി ചിന്തിക്കേണ്ടി വരുവാണ്, അല്ലെങ്കിൽ അവരുടെ സ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വേൾഡില് ഒരു +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ കയറുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ AIയോ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഇങ്ങനെയൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് അവരുടെ സബ്ജക്ട് വൈസ് അല്ലെങ്കിൽ ആ റിലേറ്റഡ് സ്കില്ലുകൾ എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു, എന്തായിരിക്കണം അവരുടെ മൈൻഡ് സെറ്റ് എന്നുള്ളതാണ്. ഒന്ന് ചേഞ്ചുമായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എനിക്കൊന്ന് പണ്ട് നമ്മൾ ഈ കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് നാട്ടിലുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ അറിയാലോ. ആ ഒരു എൻ്റെ ഒരു ജനറേഷൻ ഉണ്ടായ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിനകത്ത് നമ്മൾ പറഞ്ഞു അത് അറിയാവുന്നവരും അറിയത്തില്ലാത്തവരും അതിനോട് ചേഞ്ചിനോട് അഡാപ്റ്റ് ചെയ്തവർക്കുണ്ടായ ഒരു അപ്പഹാൻഡാണ് നമ്മൾ ഇത്രയും കാലം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ വരുന്ന ജനറേഷൻ ചിലപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത് AI വന്നപ്പം അതിനോട് അഡാപ്റ്റ് ചെയ്തവരും അഡാപ്റ്റ് ചെയ്യാത്തവരും എന്നുള്ള ഒരു ഇതിലേക്ക് വരും. സോ ചേഞ്ചിനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വലിയ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് വേണമെങ്കിലും പറയാം. കാരണം ഇപ്പം നമ്മുടെ കേസിലാണെങ്കിലും ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സോ നമ്മള് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് മാത്രമേ. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന ഡിസ്ലെക്സിയെ പറ്റി AI വന്നത് കൊണ്ടാണ് എനിക്ക് ലാംഗ്വേജ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഞാൻ ChatGPT സംസാരിക്കും. ChatGPT-യിൽ മെയിലുകൾ എഴുതാൻ തുടങ്ങി. ഇന്ന് ജെമിനി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മെയിലിൻ്റെ അകത്ത് ചെറിയ കോണ്ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വളരെ ഫോമലായിട്ട് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇല്ലാതെ കാര്യങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സൂപ്പർ പവർ കിട്ടുന്നത് പോലെ എല്ലാ സ്കില്ലുള്ള ആൾക്കാരെയും ഒരു സൂപ്പർമാൻ ആക്കുവാൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോ പക്ഷേ ഞാനിപ്പോ നമ്മുടെ കമ്പനിയിലാണെന്നുണ്ടെങ്കിലും ഇത് പല പ്രാവശ്യവും നമ്മുടെ ഇത് ഒന്ന് കൺവേ ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ആൾക്കാരെ ശ്രമിക്കുമ്പോൾ ഇവരിൽ ഭൂരിഭാഗവും ആൾക്കാരെ അതിനെ ഫിയർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇത് നമ്മളെ ഡിസ്ട്രപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്റെ ജോലി പോവും, അല്ലെങ്കിൽ ഇത് മാറുന്നതുകൊണ്ട് എനിക്ക് മാറാൻ പറ്റില്ലയോ. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം അവര് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഇത് ഉപയോഗിച്ചുകൊണ്ട് മച്ച് പ്രൊഡക്റ്റീവായിട്ട് സ്പീഡില് കൂടുതൽ വാല്യൂ ഓറിയന്റഡ് കൂടുതൽ ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഡോക്ടർ ആണെങ്കിലും
ഒരു എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിലും ഫിലിം മേക്കേഴ്സ് ആണെങ്കിൽ ആരാണെങ്കിലും ഇതിനെ ഏറ്റവും പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യുക എങ്ങനെ ഇപ്പൊ ഞാൻ സ്റ്റുഡൻസിന്റെ പെർസ്പെക്റ്റീവില് ചോദിക്കുവാണെങ്കിൽ അവർ സത്യം പറഞ്ഞാൽ പഠിക്കുന്ന കാലത്ത് ഇതെല്ലാം അഡാപ്റ്റ് ചെയ്ത് വരുന്നതാണ് ഇപ്പോഴും നല്ലത്. കമ്പ്യൂട്ടർ നമ്മുടെ ചെറുപ്പത്തിൽ കമ്പ്യൂട്ടർ നമ്മൾ പഠിച്ച് അല്ലെ നമ്മള് അല്ലെങ്കിൽ ചെറിയ ഡോസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ചെറുപ്പത്തിൽ. എനിക്ക് തോന്നുന്നത് ഈ പുതിയ സ്റ്റുഡൻസ് ആയിരിക്കാം കൂടുതൽ ഇതുമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ റൈറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവര്. പഴയ ആൾക്കാരാണ് ചിലപ്പോൾ ഇത് ഹെസിറ്റേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഉള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ആരോട് സംസാരിക്കാൻ പറഞ്ഞു ആ പുള്ളിക്കാരന്റെ മകൻ ഗൂഗിൾ ഉപയോഗിക്കില്ല, ചാറ്റ് ജിപിറ്റിയോട് ചോദിക്കുള്ളൂ. നമ്മളിപ്പോൾ പല ആൾക്കാരും ചിലപ്പോൾ ചാറ്റ് ജിപിറ്റിയോട് ചോദിക്കുന്നത് കൂടുതൽ ഗൂഗിളിനോട് ചോദിക്കുന്നു. അപ്പൊ ഓരോ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് അവരവരായ രീതിയിൽ നിന്ന് മറ്റ് ഒരു രീതിയിലേക്ക് മാറാൻ എപ്പോഴും ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവും. പക്ഷെ ഇതില് ഞങ്ങൾ വളരെ റീസെന്റ് ആയിട്ട് ഗൂഗിളിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ അവര് കുറച്ച് ഇവിടെ പബ്ലിക്കലി ലോഞ്ച് ആവാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്തു. അതിനൊക്കെ കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ചാറ്റ് ജിപിറ്റി ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് എക്സൈറ്റ്മെന്റ് വന്നോ അതുപോലെ തന്നെ ഉള്ള പ്രൊഡക്റ്റുകൾ ഇനിയും വരാൻ കിടക്കുവായിരുന്നു. അപ്പൊ ഇത് ഭയങ്കര വലിയൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയായിരിക്കും. പക്ഷെ അപ്പോഴും ശരിക്കും എല്ലാവർക്കും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. കാരണം പണ്ട് എനിക്കൊന്ന് കാൽക്കുലേറ്റർ വന്നപ്പോ മാനുവലി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് മാറി കാൽക്കുലേറ്റർ വെച്ചാൽ എന്ത് സംഭവിക്കാന്ന് ചോദിച്ചാൽ ടെക്നോളജി ഇന്ന് ഉപയോഗിക്കുന്നതിന്റെ 100 ടൈംസിലേക്ക് ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോ എന്താ സംഭവിക്കുക? ശരിയാണ്, ഇത് പ്രൊഡക്ടിവിറ്റി കൂടുന്നത് കൊണ്ട് അല്ല പ്രൊഡക്ടിവിറ്റി കാര്യങ്ങൾ കൊണ്ടുകൊണ്ട് നമുക്ക് അത്ര ആൾക്കാരെ വേണ്ടായിരിക്കാം ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ ടെക്നോളജി 100 ടൈംസ് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു വളർച്ച കൊണ്ടുണ്ടാവുന്ന എല്ലാ സെക്ടറിലേക്കുള്ള വളർച്ച, എല്ലാ സെക്ടറും. ഇപ്പൊ നമ്മള് ജിയോ ഇന്റർനെറ്റ് നമ്മുടെ ഇന്ത്യയില് ആ ഒരു ഡിസ്ട്രപ്ഷൻ ആണല്ലോ. പക്ഷെ അത്ര ഇന്റർനെറ്റ് ഉണ്ടായപ്പോൾ എങ്ങനെയാണ് ഇവിടെ ചെറിയ കടകളിൽ പോലും ഇപ്പൊ പേടിഎമ്മിനോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയിലിരിക്കുന്നവർക്ക് വരെ ഗൂഗിൾ പേ ഉപയോഗിക്കാനുള്ള നമ്മുടെ ആ ടെക്നോളജിയും എന്റെ പപ്പായൊന്നും ഒരിക്കലും വാട്സപ്പ് യൂസ് ചെയ്യും, ഫേസ്ബുക്ക് യൂസ് ചെയ്യുമെന്നും ഞാൻ ഒരു 10 വർഷം മുമ്പ് കമ്പനി തുടങ്ങിയ സമയത്ത് ആലോചിച്ചിട്ടില്ല. ഇന്ന് അവരാണ് എന്നെക്കാൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോ ആ ഒരു മാറ്റം ഉണ്ടാക്കിയത് ഈ ഇന്റർനെറ്റിന്റെ ഒരു ഗ്രോത്ത് ആണ് ഇന്ത്യയിൽ എസ്പെഷ്യലി. എന്ന് പറയുന്ന പോലെ എയും തീർച്ചയായിട്ടും ഏതെങ്കിലും കമ്പ്യൂട്ടർ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയ ഒരു ചേഞ്ച് വളരെ ഭീകരമാണ്. ഇപ്പൊ കമ്പ്യൂട്ടർ വന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അധിഷ്ഠമായിട്ടുണ്ട് ശരിക്കും മൊബൈലും ഫോണിലെല്ലാം വന്നത്. എനിക്ക് തോന്നുന്നു എയും അതേപോലെ ഒരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യും അല്ലെ. നമ്മുടെ ഇപ്പൊ കമ്പ്യൂട്ടർ നമ്മൾ അങ്ങോട്ട് പോയി വർക്ക് ചെയ്യുവാണെങ്കിൽ ശരിക്കും എ നമ്മളിലേക്ക് വന്ന് വർക്ക് ചെയ്യും എന്നാണ് എനിക്ക്. അതെ, ഇപ്പൊ എല്ലാ ഇൻഡസ്ട്രിയിലും ആപ്ലിക്കബിൾ ആണ് കേട്ടോ. നമ്മുടെ ചോദിച്ച ചോദ്യം പോലെ ടെക്നോളജിയിൽ മാത്രം നിൽക്കുന്ന അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ്. ഈവൻ ഡോക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും. ഫിലിമില് ഫിലിമിൽ ഇനി ഇപ്പൊ തന്നെ പല സ്റ്റേജുകൾ എനിക്ക് തോന്നുന്ന ഒരു സ്റ്റോറി കൊടുത്താൽ അതിന്റെ ക്യാരക്ടർ നമ്മളൊരു രൂപകൽപ്പന ചെയ്ത് അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫിലിം ഉണ്ടായി വരുന്ന സ്റ്റേജിലേക്ക് ഓൾറെഡി ആയിട്ടുണ്ട്. അതിനെ ആ ഹൈ സ്കെയിലിൽ ഒരു പബ്ലിക്കിന് കൊടുക്കാവുന്ന പ്രൊഡക്ഷൻ ലെവലിലേക്ക് ഉള്ള ഒരു ഫൈൻ ട്യൂണിങ്ങിന്റെ പാർട്ടാണ് ഈ കമ്പനികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 6 months 1 yearനുള്ളിൽ അത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് എല്ലാ വർക്കിനെ സിംപ്ലിഫൈ ചെയ്യുന്നേ ഉള്ളൂ. കാരണം ഹ്യൂമൻ എപ്പോഴും ഒരു ഹ്യൂമൻ ടച്ച് എല്ലായിടത്തും നിൽക്കും. അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മളിപ്പോ ആൾക്കാർ പേടിക്കുന്നത് പോലെ എന്റെ ജോലി പോവും എന്ന് മാത്രം പേടിക്കേണ്ട ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. എല്ലാവരും അത് അഡാപ്റ്റ് ചെയ്തിട്ട് അതിലെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതായിരിക്കും ബെറ്റർ. അതല്ലേ? ചില കാര്യങ്ങളിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു കാര്യം ആലോചിച്ച് നോക്കാം. നമ്മുടെ വോയിസ് നമ്മള് ഡബ് ചെയ്യുന്നത് അല്ലെങ്കിൽ വീഡിയോയുടെ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് പണ്ട് കൂടുതൽ ആൾക്കാരെ വെച്ചിട്ടല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഓൾമോസ്റ്റ് ലൈക്ക് റിയൽ കണ്ടന്റ് എനിക്ക് 90% ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ലേറ്റസ്റ്റ് ചെറിയ ആഡുകളുടെ പ്രൊഡക്ഷൻ എന്ന് പറയാൻ ഹ്യൂജ് ആഡുകളല്ല,
ചെറിയ ഇപ്പൊ റീൽസിന്റെ ഒക്കെ കാലഘട്ടമാണല്ലോ. ഈ റീൽസിലൊക്കെ വരുന്ന വോയിസ് ഓവർ മൊത്തം ഹ്യൂമൻ അല്ല, മോസ്റ്റ്ലി അവർ അപ്പൊ അങ്ങനെയുള്ള ചില സെഗ്മെന്റില് ഇത് സിംപ്ലിഫൈ ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു വർക്കുകൾ സിംപ്ലിഫൈ ചെയ്യും അതെ കൂടുതലായിട്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങള് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇപ്പൊ +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഇപ്പോ ഗ്രോ ചെയ്യുന്ന സ്റ്റുഡൻസ് എല്ലാം ഇതിൽ ജനിച്ചവരാണ്. അതായത് നമ്മളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് ഇത് വന്നാണ്, ഇവര് ഇതിൽ ജനിച്ചവരാണ്. അവർ കുറച്ചുകൂടി അഡാപ്റ്റിംഗ് ആയിരിക്കും. എങ്കിലും അവരെ കുറച്ചും കൂടി ഇത്രയും ഒരു ലാൻഡ്സ്കേപ്പിൽ നിന്നിട്ട്, അതായത് ഇപ്പൊ ഒരു ടെക്നോളജിയുടെ ഒരു ടോപ്പ് ഒരു 400 എംപ്ലോയീസ് ഇത്രയും വലിയ ഒരു കമ്പനിയുടെ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോൾ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. ആ മൈൻഡ് സെറ്റിൽ നിന്ന് യങ്സ്റ്റേഴ്സിനോട് അഡ്വൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരോട് പറയാനുള്ളത്? ഈ ചേഞ്ചിനൊക്കെ എങ്ങനെയാണ് ടെക്നോളജി എനിക്ക് തോന്നുന്നത് അത് മുമ്പേ പറഞ്ഞ പോലെ ആൾക്കാര് പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ഭയങ്കര അതിലേക്ക് വന്ന ഒരാൾക്കാരാണ്. അത് അവർ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓഫ് കോഴ്സ് അവർക്കതൊരു പുതിയൊരു കാര്യമല്ല, അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി. എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തൊരു ഫാക്ടർ ഉണ്ട്. ലൈക്ക് ഈ ഇടയ്ക്ക് ഇതിനൊരു ബ്ലോഗ് പബ്ലിഷ് ചെയ്തിരുന്നു. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ടെക്നോളജി ഇപ്പൊ എല്ലാവർക്കും AI അതിലൊരു വലിയൊരു മാറ്റമായിരിക്കും. പക്ഷെ നമ്മൾ ബിൽഡ് ചെയ്യേണ്ട ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. നമ്മൾ ഒരു എംപതിയോടുകൂടി കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കമ്പനിയുടെ വിഷനിലേക്ക് വരുമ്പോൾ ആ വിഷൻ എന്ന് പറയുന്ന ഒരിക്കലും ഒരു ടെക്നോളജിയിലുള്ള അഡ്വാൻസ്മെന്റ് മാത്രമല്ല, അതൊരു 360 ഡിഗ്രി വ്യൂ ആണ്. അതില് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ കൾച്ചർ, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് ഡിസിപ്ലിൻ ഉണ്ട്, ഇന്റഗ്രിറ്റി ഉണ്ട്. അതൊക്കെയാണ് ക്ലയന്റിനൊരു മറ്റൊരു സൈഡിൽ നമുക്കൊരു യുണീക്ക് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ആ ഒരു വാല്യൂ സിസ്റ്റത്തിൽ ഐ തിങ്ക് അവിടെ ആയിരിക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ കുറെ മാറ്റങ്ങളും കുറെ ഫോക്കസും വരാൻ പറ്റുന്നുണ്ട്. പല കാലഘട്ടത്തിൽ ഇപ്പൊ നിങ്ങൾ തുടങ്ങിയ സമയത്ത് നമ്മൾ എടുക്കുന്ന ഫ്രഷേഴ്സ്, ഞങ്ങൾ ഒരുപാട് ഫ്രഷേഴ്സിനെ എടുത്തൊരു കമ്പനിയാണ് എടുത്ത് ഡെവലപ്പ് ചെയ്തു. സ്റ്റിൽ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്ടിൽ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ അതൊരു പ്രോഫിറ്റബിൾ മോഡൽ അല്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ ഒരു അങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ നമുക്കത് കൂടുതൽ എന്താണ് ഒരു പ്രോഫിറ്റബിൾ മോഡൽ അല്ല എന്ന് പറയാൻ കാരണം? അത് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ TCS കോഗ്നിസന്റ് പോലെയുള്ള ഒരു കമ്പനി ചെയ്ത് കഴിയുമ്പോൾ അവരെ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ബ്രാൻഡ് വൈസസിൽ റെപ്യൂട്ടഡ് ബ്രാൻഡ്. അപ്പൊ അതൊരു കോൺഫിഡൻസ്, അതിന്റെ പേരിൽ ഈ ബ്രാൻഡിന് വേണ്ടി അവര് വേറൊരു കമ്പനി തേടി പോകേണ്ട കാര്യം വരില്ല. രണ്ട്, ഫിനാൻഷ്യൽ സൈഡിൽ ഇപ്പൊ ഞങ്ങളെ പോലെയൊക്കെയുള്ള കമ്പനീസ് കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വലിയ കമ്പനികൾക്കാകുമ്പോൾ ഫിനാൻഷ്യലി അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റുഡൻസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള എപ്പോഴും എത്ര വലിയൊരു കമ്പനിയുടെ ഇതിൽ അതായത് വലിയൊരു മെഷീന്റെ ചെറിയൊരു ബോൾട്ട് ഡൗൺ ആയിട്ടാണ് നല്ലത്. അത്യാവശ്യം ഗ്രോത്ത് ഉള്ള, അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന കമ്പനിയിൽ അത് തന്നെയാണ് അവരുടെ എക്സ്പോഷറിന് നല്ലതല്ലേ സ്റ്റുഡൻസിന്റെ എക്സ്പോഷർ. അത് തന്നെയാണ് പ്രോബ്ലം. അതുകൊണ്ടാണ് പ്രോഫിറ്റബിൾ അല്ലെന്ന് പറയുന്നതിന്റെ റീസൺ. അപ്പൊ അവര് ആ ഒരു കാര്യം ഇപ്പൊ TCS കോഗ്നിസന്റിലോ പോയി 2 years കൊണ്ട് പഠിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ 2x 3x ഫാസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയിരിക്കാം. അപ്പൊ അതിനുശേഷം അവർ ആ ചേഞ്ചിലേക്ക് പോവാണ്. അത് അവരുടെ മാത്രം കുഴപ്പമല്ല. ഇത് കമ്പനിയുടെ സൈഡിൽ നിന്ന് നല്ല കൾച്ചർ കൊടുക്കാൻ പറ്റണം, ഫിനാൻഷ്യലി അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം, അവർക്ക് പിന്നെയും ഇത് ഗ്രോ ചെയ്യുന്നുള്ള കോൺഫിഡൻസ് വേണം. ഇതില് എനിക്ക് തോന്നുന്നത് ഇവര് വളരെ പ്രത്യേകിച്ച് നോളജ് ഒന്നുമില്ലാതെ ജസ്റ്റ് ഫ്രഷറായിട്ട് വരുന്നോണ്ടല്ലേ ഈ ചലഞ്ച് ഉള്ളത്. നമ്മൾക്ക് ഇപ്പൊ എടുക്കുന്ന പിള്ളേര് ഒരു 10 years ബാക്കിൽ എടുക്കുന്നതിനേക്കാളും ടാലന്റഡ് ആണ്, സ്കിൽഡ് ആണ്. അവർക്ക് ബെറ്റർ കാര്യങ്ങളെ പറ്റി എല്ലാ ആൾക്കാരും നമ്മൾ 10 വർഷം മുമ്പ് ഒരു വെബ്സൈറ്റ് ചെയ്ത ആൾക്കാരെ പോലും അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ചെയ്ത ആൾക്കാർ ഇന്നത്തെ എല്ലാ പിള്ളേരും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് അവർക്ക്. അപ്പൊ ആ എക്സ്പോഷറൊക്കെ പണ്ടത്തേക്കാൾ കൂടുതൽ ഉണ്ട്. പക്ഷെ ഒരു കമ്പനിയിലേക്ക് എന്ത് വന്നു കഴിഞ്ഞാലും അവർ ഒരു 4 months to 6 months വേണം ട്രെയിൻ ചെയ്ത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതായത് കൾച്ചർ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കത്തില്ല. ഇപ്പൊ നേരത്തെയൊക്കെ ഞങ്ങൾക്ക് ആ ലെവലിലുള്ള ആൾക്കാരെ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നമ്മൾ കൂടുതൽ എന്റർപ്രൈസ് ലെവലിലുള്ള ക്ലയൻസുമായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നമുക്കൊരു സർട്ടൻ സ്റ്റാൻഡേർഡ്സിലേക്ക് എത്തിച്ചിട്ട് മാത്രമേ ഒരു ക്ലയന്റിനെ നമുക്ക് ബില്ലേബിൾ ആയി മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ചിലപ്പോൾ ഒരു 8 മാസം വരെയൊക്കെ നമുക്ക്
ഒരു ട്രെയിൻ ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ ഞാൻ ചോദിച്ച കുറച്ച് ഡൗട്ടുകളുടെ ഭാഗമായിട്ടാട്ടോ. കാരണം ഈ സ്റ്റുഡൻസിന് എന്തുകൊണ്ട് ഒരു കോളേജിൽ ഒരു +2 കഴിഞ്ഞ് ഒരു എഞ്ചിനീയറിംഗിന് അല്ലെങ്കിൽ ഡിഗ്രിക്കോ ഏതെങ്കിലും ഒരു ഫസ്റ്റ് ഇയർ ഹയർ എഡ്യൂക്കേഷനിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് ഫസ്റ്റ് ഇയർ മുതലേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺഷ്യസ്ലി കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തുകൂടാ? അപ്പൊ ഇതുപോലൊരു കമ്പനിയിലേക്ക് വരുമ്പോൾ ഈസി ആയിട്ട് അവർക്ക് അഡാപ്റ്റ് ചെയ്യാം. അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പരിധി വരെ ആ ഗ്യാപ്പ് നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ 100% അത് ഡേ 1 തൊട്ട് ഇപ്പൊ ഈവൻ പറയുകയാണെങ്കിൽ ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ വന്നത് പക്ഷെ ഒരു CFO ഈവൻ അവർക്കൊരു ഇൻഡസ്ട്രിയിലെ 10-15 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു പുതിയ കമ്പനിയിലേക്ക് വരുമ്പം അവർ ആ കമ്പനി വന്നിട്ട് അതറിയാൻ ഫ്രഷർ ലെവലിൽ പറഞ്ഞ ഗ്യാപ്പ് നമുക്ക് പരമാവധി കുറയ്ക്കാം. പക്ഷെ ഒരു കമ്പനിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഈ നമ്മൾ ഫീൽഡിൽ ഇറങ്ങി ചെയ്യുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് പിന്നെ പല ക്ലയൻസിന്റെ ലെവലിലും മാറിയിരിക്കും. ഇപ്പൊ നമ്മള് പുതിയ ഇതായിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെ സ്റ്റാർട്ടിങ് തൊട്ടേ നമുക്ക് ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ അവിടെ ഇന്റേൺഷിപ്പ് കൊടുക്കാമെന്നൊക്കെ നമ്മൾ ചോദിച്ചു. അപ്പൊ ഈ മാറ്റം എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നുണ്ടെന്നായിരിക്കും. അപ്പൊ പുതിയ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ പല ആൾക്കാരും അല്ലെ പല കുട്ടികളും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കറന്റ് ഒരു 15ഓളം പേരേലും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അല്ലാതെ ഫൈനൽ ഇയർ ആൾക്കാരല്ല ഞങ്ങളുടെ അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ പിള്ളേർ തന്നെ ഇന്റേൺഷിപ്പിലും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അവയർനെസ് ഇപ്പൊ ഉണ്ടായിരിക്കും. എന്നെ പുഷ് ചെയ്ത് തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ള ഓരോ ആക്ടിവിറ്റീസ് ഇതിനെ തീർച്ചയായിട്ടും പേരൻസ് അതിൽ ഒരുപാട് ഇപ്പൊ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈവൻ നമുക്ക് ഈ ഇടയ്ക്ക് വരുന്ന കുറെ ഇന്റേൺഷിപ്സ് പേരൻസ് നിർബന്ധിച്ച് വിടുന്നുണ്ട് കുട്ടികളെ. അതായത് നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ പോയി പഠിക്കണം, ഒരു എക്സ്പോഷർ കിട്ടണം, അങ്ങനെ പേരൻസ് നമ്മളെ റീച്ച് ഔട്ട് ചെയ്യുന്നു. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പ് ചെയ്യുവാണെങ്കിൽ ആ സ്റ്റുഡൻസ് ഒരു കണ്ടിന്യൂസ്ലി ഒരു കമ്പനിയായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്ത് അവിടത്തെ ഒരു കൾച്ചറായിട്ടും അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരു എക്കോസിസ്റ്റം ആയിട്ടും ഒക്കെ ഒന്ന് സെറ്റായിട്ട് വരുവാണെങ്കിൽ അതിൽ ഇപ്പോ ഇന്റേൺഷിപ്പ് ചെയ്ത് എല്ലാവരും ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. പക്ഷെ ഒരു 30%, 40%, 50% ആൾക്കാരെങ്കിലും അവിടെ നിൽക്കുകയാണെങ്കിൽ അത് കമ്പനിക്ക് ഒരു വലിയ അസറ്റ് ആയിരിക്കില്ലേ? ഇപ്പൊ ഒരു ഫ്രഷേഴ്സിനെ എടുത്തിട്ട് 6 മാസം ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിന് ഈക്വലന്റ് തന്നെയാണ് അവര്. പക്ഷെ ഇവിടെ അവർക്ക് സാലറി കൊടുക്കേണ്ട ഇതുമില്ല, അത്ര ചലഞ്ചും വരുന്നില്ല. ചില കമ്പനീസ് ഇപ്പൊ പെയ്ഡ് ഇന്റേൺഷിപ്പ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മള് ഇപ്പൊ പിള്ളേരിപ്പം ചിലവും അതിനുള്ള അവര് പോയി അത്ര സീരിയസ് അല്ലെന്നുണ്ടെങ്കിൽ പോലും ഞാൻ റെക്കമെൻഡ് ചെയ്യും അവര് പോയി അവരുടെ ഇതൊക്കെ കാണും. എന്താ വെച്ചാൽ ഞാൻ എഞ്ചിനീയറിങ് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു ഗാർഡിയൻ ഉണ്ടായിരുന്നു നിഖിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളിക്കാരന്റെ കമ്പനിയിലൊക്കെ എന്നെ കുടിച്ചോണ്ട് പോകും. ഞാൻ പുള്ളിക്കാരനെ ഓഫീസ് കഴിയുമ്പോഴത്തേനും ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുടിച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടുകൂടെ റിട്ടേൺ വരും. അപ്പൊ വെയിറ്റ് ചെയ്യും അവിടെ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഈ കമ്പനിക്കകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതിന്റെ അകത്ത് എന്താ സെർവർ കുറെ കമ്പ്യൂട്ടർ ഇരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് എന്റെ ആദ്യത്തെ സ്വപ്നങ്ങളില്. ഞാൻ ആ കമ്പനി തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫ്ലോറ് ഇത്ര പേരിരിക്കണം, ഇത്ര പേർക്ക് ജോലി കൊടുക്കണം, അങ്ങനെയല്ല. അപ്പൊ ഈ കൈൻഡ് ഓഫ് ഒരു സ്മോൾ ഒരു അവേഴ്സ് ഇന്റേൺഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്പാർക്ക് അവിടെ ഉണ്ടായി. നമ്മള് വലിയ കാര്യമാണ്. ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്നതുമായിട്ട് ഭയങ്കര വ്യത്യാസമായിരിക്കും ഒരു കമ്പനിയിലേക്ക് അവരുടെ കൾച്ചർ, അവരുടെ അപ്പൊ വേറെ ഒരു ടൈപ്പ് ഓഫ് മനുഷ്യരുടെ അടുത്തേക്കാണ് ഇവർ വരുന്നത്. സ്റ്റുഡൻസ് എന്ന് മാറി ഒരു ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് ഏണിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ അവരുടെ കൂടെ വന്ന് ഇവരിയ്ക്കുമ്പോഴത്തേന് ഇവരുടെ മൈൻഡ് സെറ്റ് ചിലപ്പോൾ കുറച്ചുകൂടെ നേരത്തെ മാറാനുള്ള ചാൻസസ് ഉണ്ട്. കുറെ കാര്യങ്ങൾ അവർ പുതിയതായിട്ട് കാണാം. അപ്പൊ അവര് പ്രത്യേകിച്ച് അതിൽ നിന്ന് പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ അവസരങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല നല്ല കമ്പനീസിൽ അവർ എക്സ്പോഷർ അവർക്ക് ഞാൻ മനസ്സിലാക്കിയത് അവര് പോലും കോൺഷ്യസ്ലി അറിയാതെ കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉണ്ട്. ആ എക്സ്പോഷർ ശരിക്കും അവരെ ഒരുപാട് ഗുണം ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി ലെവലിലാണെങ്കിലും അല്ലെങ്കിൽ അപ്രോച്ച് ലെവലിലാണെങ്കിലും ഈവൻ ഇപ്പൊ ഒരു ഫസ്റ്റ് ഇയറിൽ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ സെക്കൻഡ് ഇയർ മുതലുള്ള അവരുടെ ലേണിംഗിൽ പോലും അല്ലെങ്കിൽ സ്റ്റഡീസിൽ പോലും അതിൽ എഫക്ട് ഉണ്ടാക്കുന്നതാണ് എനിക്ക് പേഴ്സണലി. എനിക്കതില് ഒരു കമ്പനി നിൽക്കുക എന്നുള്ളത് ഇന്റേൺഷിപ്പിന്റെ സമയത്ത് എനിക്കറിയാം. ചിലപ്പോൾ ഞാൻ എന്റെ ഒരു ആംഗിള് തെറ്റാവാം, ശരിയാവാം. ഈ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഒരു പരിധിവരെ ഞാൻ പറഞ്ഞ എക്സ്പ്ലോർ ചെയ്യാൻ ഉപയോഗിക്കണം എന്നുള്ളതാണ് കുട്ടികൾ. അത് കാരണം അത് ഒരു ഇപ്പൊ എന്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ CTS 3 കൊല്ലം വർക്ക് ചെയ്തപ്പോൾ ഒരു കോർപ്പറേറ്റ് എക്സ്പോഷർ കിട്ടിയതിന്റെ ഒരുപാട് കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
പക്ഷെ CTC ഞാൻ ആദ്യമായിട്ട് വെബാങ്കാസിൽ ജോയിൻ ചെയ്യുമ്പോൾ അന്നൊരു സ്റ്റാർട്ടപ്പാണ്. ഓക്കെ. അന്ന് എനിക്ക് വന്നപ്പം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വല്ലാത്ത ഗ്യാപ്പ് തോന്നി. ഈവൻ ഞാൻ ഇൻഡസ്ട്രിയിൽ 3 കൊല്ലം വർക്ക് ചെയ്തിരുന്നു പറഞ്ഞിരുന്നെങ്കിലും അത് 2 എക്സ്റ്റെൻഡ് ആയിപ്പോയി. ഒന്ന് സ്റ്റാർട്ടപ്പ്, ഒന്ന് കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു 2 എക്സ്റ്റെൻഡിലാണ്. അപ്പം ഇതിനൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനിഷ്യലി ഇവർ ഇതെന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. അല്ല അങ്ങനല്ല, എനിക്ക് പക്ഷേ സ്റ്റാർട്ടപ്പിലുണ്ടല്ലോ ഈ ഇമോഷണൽ ഫാക്ടർ ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ ഒരാൾ റിസൈൻ ചെയ്യുന്നു പറയുന്നു, അത് ശരിക്കും അവിടെ പിന്നെ ഒരാഴ്ചത്തേക്ക് അവിടെ ഒരു മരണ വീട് പോലെയാണ്. എന്തായാലും സങ്കടത്തിൽ. അപ്പൊ ഞാൻ വിചാരിക്കും എന്തിനാ ഇവർ ഇത്ര സങ്കടപ്പെടുന്നത്? കാരണം നമ്മൾ ഒരാളെ മാത്രം വിചാരിച്ചിട്ട് കമ്പനി ഇറങ്ങിയാൻ പറ്റില്ലല്ലോ. ശരി പോകുമെന്ന് പറഞ്ഞു, ഫൈൻ. കാരണം എല്ലാവർക്കും പ്ലാൻസ് ഉണ്ട്. നമ്മൾ 2 months നോട്ടീസ് പീരീഡ് ഉണ്ടാവും, അതിനുള്ളിൽ എടുക്കണം. ഇതാണല്ലോ അതിന്റെ ഒരു പ്രോസസ്സ്. അപ്പോ പക്ഷെ ആ ഒരു ഞാൻ ആ രീതിയിലല്ല അവിടെ കാണുന്നത്. ഞാൻ ആദ്യം ചോദിക്കാം, നിങ്ങൾ ഇത്ര സങ്കടപ്പെടുന്നത് ഞങ്ങൾ പോകുന്നല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ കാരണം ഒരിക്കലും കോർപ്പറേറ്റിൽ അതേയല്ല. അവിടെ പോകുന്നുള്ളത് അറിഞ്ഞാലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ഈവൻ ആ ഒരു എൻവയോൺമെന്റിൽ വലിയ മാറ്റം ഉണ്ടാവില്ല. പിന്നെ ഒരു ഗ്രൂപ്പിൽ, ഒരു ഗാങ്ങിലും, ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ സംസാര വിഷയങ്ങളല്ലാതെ അതിനകത്ത് വേറൊരു മാറ്റം ഒരിക്കലും കമ്പനിയിലേക്ക് അഫക്റ്റ് ആവില്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അത് കമ്പനിയുടെ അന്നത്തെ ശരികൾ തന്നെയാണ്, അല്ലാതെ ഒരിക്കലും അതൊരു തെറ്റല്ല. അപ്പൊ ആ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കിയിരിക്കാൻ പറ്റുവാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എക്സ്പോഷർ വൈസ് ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ഇവർക്ക് ഈ ഒരു പല ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചില പല ഡൊമൈൻസ് ആയിക്കോട്ടെ, പല തരത്തിലുള്ള കമ്പനീസ് അത് പറ്റുവാണെങ്കിൽ ഞാൻ നേരെ തിരിച്ചാണ്. അപ്പൊ ഞാൻ ഇന്റേൺഷിപ്പ് പോയ പഠിക്കാനല്ല പോകുന്നത് നമുക്കറിയാം. പഠിക്കാനല്ലെങ്കിൽ ഉണ്ടെങ്കിലും അവിടെ നിന്ന് ഒരു സ്പാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവരത് ഓർത്തിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ആ കിട്ടിയ സ്പാർക്കാണ്. അത് പിള്ളേർക്കും അറിയാതെ പലതരത്തിൽ കിട്ടും. എന്റെ ആംഗിൾ, ഇപ്പൊ ജിലുവിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ അവിടെ പോയി നന്നായിട്ട് പഠിക്കണം. എന്റെ ആംഗിൾ നീ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ അവിടെ പോയി കാര്യങ്ങളൊക്കെ കണ്ടേ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാന്നുള്ള ഒരു ആംഗിളല്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഈ പറയുന്ന പോലെ ഞാൻ അക്കാഡമിക്കലി സ്ട്രോങ് ആയിരുന്നു പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ടൈപ്പ് ഒരാളല്ലായിരുന്നു. അത് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. പക്ഷെ ഞാൻ ക്ലാസ് നന്നായി ശ്രദ്ധിക്കും. ആ ഒരു സമയം മാത്രം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറില്ല പൊതുവില്. പിന്നെ പരീക്ഷയുടെ തലേദിവസമുള്ള പഠിക്കലൊക്കെ ഉള്ളൂ. പക്ഷെ മേ ബി എന്തുകൊണ്ടോ അതെ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഈ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിൽ ചെന്ന് അവിടെ ഇരുന്ന് തിരിച്ചു വരുന്നോടം വരെയുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ എന്റെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്ത് ചെന്നൈയിലാണ്. അപ്പൊ അത് ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നത്, നമ്മൾ തന്നെ പോയി സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നത്, പുതിയ ലാംഗ്വേജ് പരിചയപ്പെടുന്നത്, പുതിയ മനസ്സിലാക്കിയ പാർട്ടാണ്. ഈവൻ ഞാനെന്നാ ചെയ്യുമ്പോൾ ഞാനൊരു സ്പെഷ്യൽ എക്കണോമിക്സ് സോണിലാണ് ചെയ്തത്. അപ്പൊ എന്താണ് ഈ സ്പെഷ്യൽ എക്കണോമിക്സ് സോൺ, ഇതെന്താണ് ഇവിടെ നടക്കുന്നത്, അപ്പൊ ഇതുപോലെ വേറെ എന്തൊക്കെയുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളില്. പിന്നെ ചില സ്ഥലങ്ങളിലെ പ്രോസസ്സുകള്, ഈവൻ സെക്യൂരിറ്റിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള്, എൻഡ് ടു എൻഡ് ആ ഒരു എൻറ്റയർ ജേർണി എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലേണിംഗ്. പിന്നെ ഞാനിപ്പോ ഇനിയുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോ ഇതിനോട് ചോദിച്ചാൽ എവരും വേറെ ആൻസർ ആയിരിക്കും പറയുന്നത്. ഞാൻ ജില്ലുവിനോട് ചോദിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പില് വരുമ്പോ സ്റ്റുഡൻസിൽ നിന്ന് എന്തായിരിക്കും ഒരു കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ ഇത് ചോദിക്കാറുണ്ട് വെച്ച് കഴിഞ്ഞാൽ വെബി പറയും ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, അങ്ങനെ പറയാം. എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ? ഒരു ബെറ്റർ സ്റ്റുഡന്റിൽ നിന്ന് കേട്ടോ. കാരണം ഞാൻ ഇപ്പൊ ഒരു കോംബോ നമ്മളെല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ പേഴ്സണലി വെണ്ടർ കോളേജിന്റെ പെർസ്പെക്ടീവില് ഒരു സ്റ്റുഡൻസ് വരുമ്പോ അവരെ കൊണ്ട് എന്തെങ്കിലും അണ്ണാരെ കണ്ടൻ തന്നാരായെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും അവരെ കൊണ്ടൊരു കമ്പനിക്ക് ഉപകാരം ഉണ്ടാവണമെന്നാണ് ചിന്തിക്കുന്നത്. എനിക്ക് ഒരു പോയിന്റ് പറയാനുണ്ട്. നമ്മളെല്ലാം ബിസിനസ്സുകാരാണല്ലോ. അപ്പൊ നമ്മള് ആരില് കണ്ടു കഴിഞ്ഞാലും ഇവൻ നമുക്ക് പ്രയോജനമുള്ള ആളായി മാറ്റാൻ പറ്റുമോ എന്നുള്ള. അപ്പൊ ഇപ്പൊ ഇന്റേൺഷിപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ കമ്പനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിലും നല്ല ഒരു കാര്യമില്ല. എന്നുവെച്ചാൽ നമ്മുടെ കൾച്ചർ, നമ്മുടെ വാല്യൂസ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അതിൽ ഇൻട്രസ്റ്റഡ് ആയി. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഫ്രഷേഴ്സ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരും ഇന്റേൺഷിപ്പിൽ അതിൽ സ്മാർട്ട് ആയിട്ടുള്ള പിള്ളേർ. പക്ഷെ അവരെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതല്ലേ. അപ്പൊ ആ ഒരു ലക്ഷ്യത്തോടെ വരുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇന്റേൺഷിപ്പിൽ വന്നിട്ട് നമ്മളൊരു പ്ലാനോ അവർക്ക് ജോബോ ഒന്നും ഓഫർ ചെയ്തിട്ടില്ല. പക്ഷെ ഇറങ്ങാറാവുമ്പോൾ നമ്മുടെ ടീം തന്നെ പറയും ആ പയ്യനെ ഇങ്ങോട്ട് എടുത്താൽ നമുക്ക് നന്നായിരിക്കും എന്ന് പറയാം. അപ്പൊ അതുവരെ അവർക്കും അങ്ങനെ അറിയില്ല. പക്ഷെ അവൻ എന്തെങ്കിലും അവനും ആഗ്രഹിച്ചിട്ട് കാണും ഈ കമ്പനി തന്നെ. അപ്പൊ ആ ഒന്ന് അങ്ങനെ തോന്നിപ്പിക്കാൻ എന്ന് പറയുന്ന ഒരു കമ്പനി ബിൽഡ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹം. എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന് വർക്ക് ചെയ്തിട്ട് അവന് ജോലിക്ക് വന്നതല്ല, ഈ കമ്പനി കൊള്ളാമല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ കൾച്ചർ നന്നായിരിക്കണം. ആ കമ്പനി ആ ലെവലിലേക്ക് അതിനെ നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റണം.
നമ്മൾക്ക് ഇപ്പോ ഫേസ്ബുക്കും TCSും കോഗ്നിസന്റോ അല്ലെങ്കിൽ ഫേസ്ബുക്കും മൈക്രോസോഫ്റ്റും ഗൂഗിളും ഒക്കെ പോലെ ആയില്ലെന്നുണ്ടെങ്കിലും ഒരു 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 നല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള പിള്ളേരെ ഇന്ന് അട്രാക്ട് ചെയ്യാന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. കമ്പനിയുടെ വിഷന്റെ ഭാഗമാണ്. വിഷന്റെ ഭാഗമാണ്. എന്താ വെച്ചാൽ ഇപ്പൊ ഈ പിള്ളേരും ഡിമാൻഡഡ് ആണ്. ഞങ്ങൾ ഈ ലെവലിലുള്ള നല്ല ഓഫീസുള്ള നല്ല സാലറി മാത്രമായിരിക്കത്തില്ല, കൾച്ചർ അങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കാനും ഇന്റേൺഷിപ്സ് ഇപ്പം നോക്കി അറിയാം. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആക്ടിവിറ്റീസിലെങ്കിലും സംതിങ് ഡിഫറെന്റ് ആയിട്ട് എപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെ ആ വൈബ് എനർജി കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്ന. പക്ഷെ ഇപ്പോഴും അതൊരു ടഫ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ സ്ട്രോങ് ആവണം. പിന്നെ ഇത് ഫിനാൻഷ്യലിയേക്കാൾ ഉപരി നമ്മുടെ കൂടെയും അതുപോലെയുള്ള എനർജിയിൽ നിർത്താനുള്ള ആൾക്കാർ വേണം. നല്ല HR ടീം വേണം. എനിക്ക് അടുത്ത് മനസ്സിലാക്കാണ്ടായിരുന്ന അങ്ങനെ ഒരു കാര്യമാണ്. അതായത് ഇപ്പോ 450 മെമ്പേഴ്സിന്റെ ടീം അല്ലെങ്കിൽ 40 crores ടേൺ ഓവറുള്ള കമ്പനിയൊക്കെ ബിൽഡ് ചെയ്ത് ഇപ്പൊ ആ സ്കെയിലാണല്ലോ കമ്പനിയുടെ. അപ്പൊ ആ സ്കെയിലിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതിലൊരു കോർ ടീം എന്തായാലും ഉണ്ടാവണം. ഓക്കെ, ഇപ്പൊ ഈ ഇന്റേൺഷിപ്പ് വേണ്ടാണ്ട് ഫ്രഷേഴ്സ് ആണെങ്കിലും ജോയിൻ ചെയ്തു അവർ വന്നു, ഇവരൊക്കെ ടീമിനെ ബിൽഡ് ചെയ്തിട്ടാണല്ലോ അവർ വരുന്നത്. അപ്പൊ ആ ടീമിനെ മാനേജ് ചെയ്യുന്നതില് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്തതില് അല്ലെങ്കിൽ അവരെ മെന്റർ ചെയ്യുന്നതിലൊക്കെ എന്തായിരുന്നു ഇതിന്റെ മൈൻഡ് സെറ്റ്? ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ കൂടെ ചേർന്ന ആൾക്കാരെല്ലാം വളരെ നല്ല വ്യക്തികളെ എനിക്ക് കിട്ടി എന്നുള്ളതാണ് ഒന്ന്. അപ്പോ അവര് വലിയൊരു ഇതിന്റെ സക്സസിന് എല്ലാ ആൾക്കാർക്കും നല്ല കോഫൗണ്ടേഴ്സിനെ കിട്ടുക എന്ന് ചിലപ്പോൾ അത് സാധിക്കണമെന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയാ, എല്ലാം കൂടെ ഒരുമിച്ച് കൂടി ചേർന്നു എന്നുള്ള ഒരു രീതി. അത് കഴിഞ്ഞാണ് 4 വർഷം കഴിഞ്ഞാണ് ജിലു വരുന്നത്. അതിലൊരു കുറവുണ്ടായിരുന്ന സ്റ്റേജ് കാര്യമായിരുന്നു ഈ ഫിനാൻസ് HR. അപ്പൊ ഞാൻ എപ്പോഴും തമാശക്കാണെങ്കിലും പറയാറുണ്ട്, ജിലു വരുന്നതിന് മുമ്പ് നമുക്ക് ബാലൻസ് പൈസ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞാണ് എന്തെങ്കിലും ഒക്കെ ബാലൻസ് സാലറി കൊടുത്തു കഴിഞ്ഞിട്ട് കാണാൻ തുടങ്ങിയത്. അപ്പൊ അത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻസ് അവിടെ അതിന്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ HR ഫിനാൻസിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ. പക്ഷെ അത് ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് സമയം നമ്മൾ ഇനീഷ്യലി ഉള്ള ആൾക്കാരിനെ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ നമ്മളിൽ ഒരു കുറവ് കാണും, ചിലപ്പോൾ അവരിൽ ഒരു കുറവാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് ഈ ടീം മാനേജ്മെന്റിന് ഉണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ടീമിനെ പ്രൊമോട്ട് ചെയ്യുന്നതിലും അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ അവരുടെ ബീങ് പാർട്ട് ഓഫ് ദർ ഫാമിലി മെമ്പർ അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ ഗ്രോത്തിന്റെ കൂടെ ഒരു 40 crores ഉള്ള കമ്പനിയായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ കമ്പനിയും ഗ്രോ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ കോർ ടീം മെമ്പേഴ്സിന് ഇപ്പോൾ പെൻസ് വാങ്ങിച്ചു കൊടുത്തതൊക്കെ ഭയങ്കര വലിയ ന്യൂസ് ആയിരുന്നു. അതായത് ഈ കേരളം സത്യം പറഞ്ഞ ഒരു ഞെട്ടിയ ഒരു ന്യൂസ് ആയിരുന്നു. ഒരു കോർ ടീം മെമ്പറിന് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ പോലെ കണ്ടുകൊണ്ട് ഒരു പെൻസ് വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പൊ അറിയാതെയും ഒരുപാട് കാര്യങ്ങൾ എബിൻ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. വേറെയും ഒരുപാട് കാര്യങ്ങൾ കോർ ടീം മെമ്പേഴ്സിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അത് 100% അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ള മൈൻഡ് സെറ്റ്. ഇപ്പോ അതൊക്കെ എങ്ങനെയായിരുന്നു ആ മൈൻഡ് സെറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്തത്? അത് അല്ലെങ്കിൽ എങ്ങനെയാണ്, വേണമെങ്കിൽ ജിലുവിന് അതിനെ പറ്റി പറയാം. ഇതിന് ഇത് ബെൻസ് വാങ്ങിച്ചു കൊടുത്തതിന് എന്ന് പറയുന്നത് ഞാൻ ഒരു ഡയമണ്ട് ജ്വല്ലറിയുടെ ഒരു ഗുജറാത്തിലെ അപ്പൊ അവര് ഇങ്ങനെ എംപ്ലോയീസിന് ഒരാൾക്കല്ല ഒരുപാട് ആൾക്കാർക്ക് വണ്ടി വാങ്ങിച്ചു കൊടുത്തൊരു ന്യൂസ് ഉണ്ട്. അപ്പൊ അന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, നമുക്ക് ഒന്നിൽ തുടങ്ങണം, നമുക്ക് ഇനി ആഗ്രഹങ്ങളുണ്ട്. അപ്പോ അങ്ങനെ ചെയ്യണമെന്ന്. അപ്പൊ ഞങ്ങൾ ആദ്യം ചെറിയൊരു വണ്ടിയാണ് പ്ലാൻ ചെയ്തത്. പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് അന്നത്തെ Q3 ആയിരുന്നു. ഓക്കെ, അന്ന് ഞങ്ങൾ Q3 ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അതിന്റെ പ്രൊഡക്ഷൻ ഇവിടെ നിന്നു. പിന്നെ അത് 1.5 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. 1.5 വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് പുതിയത്.
അപ്പോൾ അതുമായിട്ട് വലിയ വ്യത്യാസമില്ല ബെൻസിന്. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഓക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുവാണെങ്കിലും അതിന്റെ ഒന്നെങ്കിൽ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്യുവാണെങ്കിൽ അതിന്റെ ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നല്ല രീതിയിൽ ചെയ്യാന്ന് വെച്ചിട്ട് പിന്നെ അത് ബെൻസിലോട്ട് മാറിയത്. പിന്നെ ഇപ്പൊ ഞങ്ങള് അടുത്ത ആൾക്ക് ഇപ്പൊ നമ്മുടെ ഒരാളെ മാത്രം സ്നേഹിച്ചാൽ പോരല്ലോ, പല ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ അടുത്ത ആൾക്ക് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നു. ഞങ്ങൾ ഒരു 2-3 മാസം മുമ്പ് ഓഫർ ചെയ്തു. പക്ഷെ പുള്ളി ടെസ്ല വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ടെസ്ല വരുമ്പോ ആദ്യത്തെ ടെസ്ല ഗിഫ്റ്റ് ഇൻ ഇന്ത്യ. എങ്ങനെ ആദ്യത്തെ ടെസ്ല കേരളത്തിൽ എടുക്കാൻ പറ്റുമോ നോക്കാം. ഇതിന്റെ ഒരു മൈൻഡ് സെറ്റിന്റെ ഒരു പാട്ട് പറയണത് ഞാൻ ഇതിനെ കണക്ട് ചെയ്ത് തന്നെ വരാം. ഇപ്പം ഈ ശരിക്കും ബെൻസ് എന്ന് പറയുന്നത് അത് ഒരിക്കലും അവര് മെയിനായിട്ട് നമ്മുടെ മെയിൻ ടീമിലുള്ള ക്ലിന്റ് വിനോദും അവരൊന്നും തരുന്ന സപ്പോർട്ടും അവർ ചെയ്യുന്ന വർക്കൊന്നും ഒരിക്കലും നമുക്ക് മെഷർ ചെയ്യാവുന്നതിനപ്പുറമാണ് കേട്ടോ. ഒരു ബെൻസിലൊന്നും നിർത്തേണ്ട ഒരു കാര്യമല്ല. അതൊന്നും ഒരിക്കലും ഒരു എന്താ പറയാ, അതിനപ്പുറത്തേക്കുള്ള ഒരു സപ്പോർട്ടാണ് അവരുടെ എഴുതുന്ന വരുന്നത്. എന്തുകൊണ്ടും നോട്ട് ഓൺലി വർക്കിന് മാത്രമല്ല, ഈവൻ നമുക്ക് അവരൊരു ഫാമിലിയാണ്. സോ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചുള്ള ആൾക്കാരാണ്. സോ അത് ഒരിക്കലും കമന്റബിൾ അല്ല. ആൻഡ് മോസ്റ്റ്ലി നമ്മൾ അവിടെ ചെയ്തിരിക്കുന്ന പ്രത്യേകിച്ച് അതിനകത്ത് ഒരു വലിയൊരു പങ്ക് എബിന്റെ തന്നെയാണ്. കാരണം ഇവർ ഒരുപാട് അതിൽ എഫേർട്ട് ഇടുന്ന ഒരാള്. അപ്പൊ നമ്മുടെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു മെയിൻ ഒരു കോർ ടീം, ഞങ്ങളൊരു 4 പേർ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ലെയർ ഉണ്ട്. ഞങ്ങൾ അതിനെ വിഷൻ ടീം എന്നാണ് പറയുന്നത്. ആ ഒരു വിഷൻ ടീമിൽ നമ്മുടെ എല്ലാ ടീമിന്റെയും ടീം ലീഡ്സ് ആണ് അതിന്റെ ഒരു പാർട്ട്. ഒരു 25ഓളം ആൾക്കാരുണ്ട്. ആ ഒരു വിഷൻ ടീമില് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനൊക്കെ ആദ്യം കമ്പനി ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതിന് മണിക്കൂറുകളോളം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യും. അതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അവർ ചെയ്യുന്ന ടാസ്കുകളോ അല്ലെങ്കിൽ അവർക്ക് കോഡ് ഇവാലുവേറ്റ് ചെയ്യുക, അതൊന്നും അല്ല അവിടെ നടക്കുന്നത്. അവിടെ കൂടെ നടക്കാന്ന് പറയുന്നത് നമ്മുടെ വിഷൻ എന്താണ്, കമ്പനി എങ്ങോട്ട് പോകണം, നമ്മുടെ കൾച്ചർ എന്താണ്, അത് ഇതിന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെ അവരുടെ കാര്യങ്ങൾ, അപ്പൊ അവരുടെ സൈഡും കേട്ട് എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യാം. അപ്പൊ അതൊരു ഭയങ്കര എഫേർട്ട് വേണ്ടൊരു കാര്യമാണ്. ഞാൻ പൊതുവെ ഇങ്ങനെ അധികം സംസാരിക്കാൻ പോകാത്ത ഒരാളാണ്. കൂടുതലും ആ ഒരു ഏരിയ. എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഇവരൊക്കെ എന്നെ വളരെ വലിയ ദുഷ്ടനായിട്ടാണ് കാണുന്നത്. എനിക്കങ്ങനെ ഒരു പ്രശ്നം വരെ ഇല്ല ലാസ്റ്റ് ഒരു 1 year ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എത്രയോ നല്ല രീതിയിൽ മനോഹരമായിട്ട് ഇവര് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവര് നമ്മളെ കാര്യത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, പറയുന്നതെല്ലാം ചെയ്തു തരുന്നു കാര്യങ്ങൾ. പക്ഷെ നമ്മൾ എപ്പോഴും പുഷ് ചെയ്യാണ്, എപ്പോഴും അടുത്ത കാര്യം ശരിയായില്ല അതിനേക്കാളും. അപ്പൊ ഒരു കമ്പനി എന്നുള്ള സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മളൊരു റെസ്പോൺസിബിലിറ്റി അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്യിപ്പിക്കുക എന്നുള്ള. ഇപ്പൊ 10 പേരുണ്ടാകുന്ന പോലെ അല്ല 100 പേരുള്ളത്. 100 പേരുള്ള പോലെ 400 പേരോ 400 പേരുള്ളൂ. 400 പേരുടെ കുടുംബമാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോ നമ്മുടെ ഈ മേളിലിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും ടോപ്പ് ലെയർ എന്ന് പറയുന്നത് ഒരു 5 പേര്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 പേര്, അത് കഴിഞ്ഞാൽ 30 പേര്. അപ്പൊ ഈ 30 പേരിലാണ് ഈ 400 പേരുടെ കുടുംബങ്ങള് അല്ലെങ്കിൽ ആ 400 പേര് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുവാണ്. ഇപ്പം അല്ല എന്നുണ്ടെങ്കിൽ അവർ അടുത്ത ഓപ്ഷൻ നോക്കും. നമ്മളുടെ ആ അടുത്ത ഓപ്ഷൻ നോക്കും. 2 ക്ലയന്റിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം, ഇവരെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്ക് ഈ 30 പേര് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ അതിനപ്പുറം നമ്മള് കൂടുതൽ അവരെ നമ്മളെ ബിലീവ് ചെയ്ത് നമുക്ക് അവർ വേറൊരു ഓപ്ഷൻ നോക്കുന്നില്ല, നമ്മുടെ കൂടെ തന്നെയാണ്, അവർക്കും ഗ്രോത്ത് കൊടുക്കും. ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. നമ്മള് ഒരു 10 years ഒരു കമ്പനിയിൽ എല്ലാ വർഷവും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമായ കാര്യമല്ല. ഈ 10 years കഴിയുമ്പോൾ ഈ ലോകത്ത് വരുന്ന മാറ്റങ്ങള്, ഇതിന്റെ ഡിമാൻഡ്സ് ഇപ്പൊ ഈ ഒരു സൈസ് ആയതിനെ അടുത്ത ലെവലിലേക്ക് പോകണം. ഞങ്ങളിപ്പോ അപ്പൊ ഇപ്പൊ ഞാൻ ഒരു കുറച്ച് കാലങ്ങളായിട്ട് വറി ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു കിക്ക് കിട്ടണമെന്നുള്ള അടുത്ത ലെവലിലേക്ക് പോകണം. അപ്പൊ ഞങ്ങൾ വളരെ ചെറിയ മറ്റു കമ്പനികളിലെ ഒരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല. വളരെ ഞാൻ പറഞ്ഞല്ലോ, എഞ്ചിനീയറിംഗ് വേറൊരു ജോലി കിട്ടാത്തതുകൊണ്ട് തുടങ്ങിയ കമ്പനിയാണ്. അല്ലാതെ ഭയങ്കര സ്റ്റാർട്ടപ്പ് വിഷൻ ഇല്ലെങ്കിലും ഇതുപോലെ എത്താൻ പാടാണ്. ഞാൻ നേരത്തെ അതിന്റെ അകത്തുനിന്ന് ഇപ്പൊ ഞങ്ങള് എന്റർപ്രൈസസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരെ അടുത്ത സ്കെയിലിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ലെവലിലുള്ള ക്ലയൻസും ആ ലെവലിൽ ഉള്ളതിൽ പോയേ പറ്റുമോ. അപ്പൊ അങ്ങനെയുള്ള പ്രോജക്ട്സുകളിലേക്കും കൂടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് പല ആൾക്കാർക്ക് പറഞ്ഞില്ലേ, വി ആർ ദ ലാർജസ്റ്റ് UX ഏജൻസിയാണ്. ഇപ്പൊ ഒരു ഡിസൈൻ സ്റ്റുഡിയോ എന്നുള്ളതിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ ടീമാണ്.
ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞങ്ങൾ അങ്ങനെ ആരും വലിയ രീതിയിൽ ബ്രാൻഡ് ചെയ്തിട്ടൊന്നുമില്ല എന്ന് വെച്ചാൽ ഞങ്ങളത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ടേംസ് ഓഫ് റവന്യൂ, ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്, ടേംസ് ഓഫ് ആഡ് ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന ക്ലയൻസ് ലെവലൊക്കെ വി ആർ ദ നമ്പർ 1. അപ്പോ ഇപ്പൊ 70 പേരുണ്ട് ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇപ്പൊ ഞങ്ങളൊരു ടെക്നോളജി കമ്പനി ആണെന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ഡിസൈൻ ബിൽഡ് മാർക്കറ്റ് എന്ന്. അപ്പോ ഇത് മൂന്നും കൂടെ ഒരു ക്ലയന്റ് വരുവാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക, അതൊരു മിറക്കിൾ കോമ്പിനേഷൻ ആണ്. അപ്പൊ അത് വളരെ കുറവ് കമ്പനികൾക്കേ ഉള്ളൂ ഈ ഒരു കേപ്പബിലിറ്റി. അത് എങ്ങനെയും മാർക്കറ്റ് ചെയ്യാന്നോ എങ്ങനെയും ഡിസൈൻ ചെയ്യാന്നുള്ളതല്ല, ഒരു പ്രൊഡക്റ്റോ ഒരു ഐഡിയയോ ആയിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലയന്റ് വന്നാൽ ഈവൻ അതിന്റെ ലോഗോ ക്രിയേഷൻ തൊട്ട് അതിന്റെ കണ്ടന്റ്, അതിന്റെ വെബ്സൈറ്റ്, അതിന്റെ ബാക്കിയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും, സെർവർ സപ്പോർട്ട്, മെയിൻ്റനൻസ്, മാനേജ് സർവീസസ്, അപ്പോൾ ഈവൻ അത് കഴിഞ്ഞ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള അതിന്റെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ എന്റർപ്രൈസ് വേർഷൻ അല്ലെങ്കിൽ എന്റർപ്രൈസസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മളിപ്പോ ഈ 35 കൺട്രീസിലായിട്ട് വലിയ വലിയ കമ്പനികളായിട്ട് ഇപ്പൊ അസോസിയേറ്റ് ചെയ്തോളൂ. നമ്മൾ ഈ ഫോർച്യൂൺ 500 കമ്പനീസ് പോലെയുള്ള കമ്പനി, ഇപ്പൊ ഐക്യ, ഈവൻ നമ്മുടെ നാട്ടിലാണെങ്കിൽ ലുലു എന്ന് പറയുന്നത് ഒരു എന്റർപ്രൈസ് ആണ്. അപ്പൊ ലുലുവിന്റെ ഗ്ലോബൽ ആപ്പ് നമുക്ക് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് അതുപോലെയുള്ള പ്രോജക്ട്സുകൾ നമുക്ക് ഇപ്പൊ ഞങ്ങൾ റീസെന്റ് ചെയ്ത കരീബു കോഫി എന്ന് പറയുന്നത് 26,000 ഓർഡേഴ്സ് പെർ ഡേ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോ റീസെന്റ് ആയിട്ട് അതിന്റെ നെക്സ്റ്റ് ഫേസ് ജെൻ യൂസ് ചെയ്തുകൊണ്ട് വോയിസ് അസിസ്റ്റന്റ്, നമ്മൾ സിംഗിൾ ക്ലിക്ക് പോലും ഇല്ലാതെ കാർപ്ലേയില് നമുക്ക് സംസാരിച്ചുകൊണ്ട് ചെക്ക്ഔട്ട് വരെ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. എഐയും അപ്ലൈ ചെയ്ത് തുടങ്ങി മാർക്കറ്റിംഗിൽ. ഞങ്ങളുടെ പുതിയ ഏത് പ്രോജക്റ്റുകളിലും ഏതെങ്കിലും ഒരു രീതിയിൽ എഐയുടെ എക്സ്പെക്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അത് ഇപ്പം ഈ എഐ എന്ന് പറയുന്നത് ഇന്ന് പണ്ടത്തെ പോലെ വലിയൊരു സംഭവമല്ല. നമ്മളിപ്പോ ഇതിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്നത് ഓപ്പൺ എഐയോ അല്ലെങ്കിൽ ഗൂഗിൾ വെർട്ടെക്സോ പോലെയുള്ള ഒരു ഏജൻസ് ആണ്. നമ്മൾ ജസ്റ്റ് പാസ് ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ എഐയുടെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബെനിഫിറ്റ്സ് സാധാരണ ഒരു ടീമിന് പോലും ഇപ്പൊ നമുക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വേൾഡ് ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. കരിക്കുലം, ഇപ്പൊ യൂണിവേഴ്സിറ്റി കരിക്കുലം അല്ലെങ്കിൽ കരിക്കുലം ആക്ച്വലി ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ സിസ്റ്റം പ്രോസസ്സിൽ വരുന്നതുകൊണ്ട് വേൾഡിന്റെ ചേഞ്ചസിനനുസരിച്ച് അത് ഫാസ്റ്റ് ആയിട്ട് അതിന് ചേഞ്ച് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എപ്പോഴും സ്റ്റുഡൻസ് അപ്ഡേറ്റഡ് നോളജ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നുള്ളൂ ഇന്നത്തെ വേൾഡിൽ ഈസി ആയിട്ട് ജോബ് അക്വയർ ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള ഈ വേൾഡിൽ എന്തൊക്കെയായിരിക്കണം അവർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അഡീഷണൽ സ്കിൽ അക്വയർ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഐയിൽ ഇതുപോലുള്ള പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പം ജനറേറ്റീവ് ആയോ അല്ലെങ്കിൽ എല്ലാം അതൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഓപ്പൺ ആയി പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. എന്താണ് അഭിപ്രായം? നല്ലത് തന്നെയാണ്. ഇപ്പൊ എ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് എനിക്കൊന്ന് എല്ലാ ഏരിയയിലും അതിന്റെ ഒരു എക്സ്പോഷർ വളരെ കൂടുതലാണ്. ഇന്നത്തെ ജനറേഷൻ എനിക്ക് തോന്നുന്നില്ല അവർ ലിമിറ്റഡ് ആണെന്നുള്ളത്. അവരുടെ നോളജിലൊക്കെ വളരെ മുന്നിലാണ്. സോ അതൊക്കെ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പിന്നെ ഏതൊരു ഏരിയയിലേക്ക് അവർ പോകുന്നതെന്നുള്ളതിന്റെ ഒരു ഫോക്കസ് കൊടുത്ത് അതിൽ കുറച്ചുകൂടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഒരു ജനറൽ ഒരു ഐഡിയ ഉള്ളത് നല്ലതാണ്. അതിന്റെ കൂടെ തന്നെ ഇപ്പം മേ ബി അവരുടെ ഒരു താല്പര്യം ഫിനാൻസിലാണ്, അല്ലെങ്കിൽ HR-ലാണ്, അതല്ലെങ്കിൽ മാർക്കറ്റിംഗിലാണ്. ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന വേൾഡ് അതിന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് ഇന്ന് ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുന്നതിന് എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാവും? അല്ല, അത് എപ്പോഴും നമ്മള് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പൊ ഞാൻ അതോടൊപ്പം പറയുന്നത് നമ്മൾ ഫണ്ടമെന്റൽസ് വിട്ടിട്ട് നമ്മളിപ്പോ എഞ്ചിനീയറിംഗ് ഇപ്പോ നമ്മുടെ കോളേജുകളിൽ പഠിപ്പിക്കുന്നത് എല്ലാം മോശമാണെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പഠിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, നമ്മൾ എന്തിനാ കോസ് തീറ്റ പഠിക്കുന്നത്, അല്ലെ സൈൻ തീറ്റ പഠിക്കുന്നത്, ഇത് മെട്രിക്സ് പഠിക്കുന്നത്, ഇതൊന്നും ആവശ്യമില്ലല്ലോ. പക്ഷെ
നമ്മൾ ഇന്ന് ഇപ്പൊ ഡേറ്റ അനലിറ്റിക്സിലേക്കും അല്ലെങ്കിൽ നല്ല ആപ്ലിക്കേഷൻസിൽ ഡെവലപ്പ് ചെയ്യുമ്പോഴും ഒക്കെ ഇത് ആവശ്യങ്ങൾ വരുന്നതുണ്ട്. പക്ഷെ നമ്മുടെ എഞ്ചിനീയറിംഗ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ലെയറിൽ ആപ്ലിക്കേഷൻസിൽ ഇത് ആവശ്യമില്ലെന്നുണ്ടെങ്കിലും നമ്മൾ നല്ല വലിയ വലിയ ആപ്ലിക്കേഷൻസിലേക്ക് പോകുമ്പോൾ ഇത് ആവശ്യങ്ങൾ തന്നെ ഉണ്ട്. അപ്പോ ഈ ഫണ്ടമെന്റൽസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവർ ഒരു ലെവൽ കഴിഞ്ഞിട്ട് ഇവർക്ക് അടുത്ത ലെവലിലേക്ക് പോവാൻ ബുദ്ധിമുട്ട് വരും. അതേപോലെ തന്നെ ഇന്നിപ്പം എയെ നമുക്ക് തോപ്പിക്കണം, അല്ലെ? നമുക്ക് അതിന് മുകളിൽ ചെയ്യാൻ പറ്റണം. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സ്ട്രോങ് ഇനി നമ്മൾ എത്രത്തോളം ക്രിയേറ്റീവ് ആവണം, നമ്മൾ മച്ച് ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ശരിയാവും. അപ്പൊ നമ്മളിപ്പോ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വേൾഡുമായിട്ടാണ്. അപ്പോ നമ്മളുടെ ഇനി കഴിവ് എന്ന് പറയുന്നത് ഒരു പരിധിയും കൂടെ നമുക്ക് കോമ്പറ്റീറ്റീവ് ആവേണ്ട ഒരു ഡിമാൻഡ് അവിടെ വരുവാണ്. നമ്മളുടെ ഒരു കോളേജിൽ നമ്മുടെ കോളേജ് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഒരു കമ്പനി പെർസ്പെക്റ്റീവിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് ഞങ്ങളുടെ അവിടെ ഫസ്റ്റ് ഇയർ തന്നെ പിള്ളേർക്ക് ഒരു അഡീഷണൽ പ്രോഗ്രാം, അതായത് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള കരിക്കുലം എടുത്തിട്ട് അവരെ ഫസ്റ്റ് പഠിപ്പിച്ചതിന് ശേഷം പിന്നീട് അവർക്ക് ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് കൊടുക്കും. അപ്പൊ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തതിനു ശേഷം പിന്നീട് അവർക്ക് ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അത് ശരിക്കും ഒരു പിച്ചിങ് സെഷൻ പോലെയാണ്. ആക്ച്വലി അവര് റവന്യൂ കിട്ടുന്ന, അതായത് റവന്യൂ കിട്ടാവുന്ന പ്രൊജക്റ്റുകൾ, സ്റ്റാർട്ടപ്പ് പ്രൊജക്റ്റുകൾ അവർ തന്നെ തിങ്ക് ചെയ്ത് അവർ തന്നെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്ത് റിസർച്ച് നടത്തി കണ്ടുപിടിച്ച് ആ ഒരു പ്രൊഡക്റ്റ് അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്നതാണ്. ടെക്നോളജി പ്രൊഡക്റ്റ് ഒരു സൊല്യൂഷൻ ആയിരിക്കണം, അതിനാരെങ്കിലും പേ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് ശരിക്കും എന്തൊക്കെ ഗുണങ്ങൾ സ്റ്റുഡൻസിൽ ഉണ്ടാക്കും, എന്തായിരിക്കും അങ്ങനെ ചെയ്യുന്നതിനോട് ഒരു കമ്പനിയുടെ ഫൗണ്ടർ എന്നുള്ള രീതിയിൽ, ഇത്രയും കമ്പനി ബിൽഡ് ചെയ്തൊരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ അവർ ടെക്നോളജി മാത്രമല്ല പഠിക്കുന്നത്. അവര് ഒരു ക്ലയന്റിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം, അവരുടെ ഒരു നമ്മൾ എന്തൊരു പ്രൊജക്ട് ചെയ്യുന്നതും നമ്മുടെ ഒരു ക്ലയന്റിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടിയാ. അവർക്ക് ചിലപ്പോൾ അതിന്റെ മോട്ടം പലതാവാം, ഫിനാൻഷ്യലി ആവാം, അല്ലാതെ പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പൊ ആ ഒരു പ്രോജക്റ്റിന് ഒരു ലക്ഷ്യം ഉണ്ടാവും. അപ്പോൾ ഇത് ടെക്നിക്കലി ചെയ്യുന്നതോടെ ആ ലക്ഷ്യം സാധിക്കുമ്പോൾ ആ പ്രോജക്റ്റിന്റെ സക്സസ് വരികയാണ്. അപ്പൊ അതിലേക്ക് മോൾഡ് ആവാനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ചിലപ്പോൾ അവര് തമ്മിൽ ഒരു 4 പേര് കൂടി ആയിരിക്കും കൂടി ചെയ്യുന്നത്. അപ്പൊ അവർ കൊളാബറേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ പഠിക്കും. ചിലപ്പോൾ ആ ക്ലയന്റുമായിട്ട് കുറെ റിക്വയർമെന്റ്, അപ്പൊ അങ്ങനെ പല സ്കില്ലുകൾ ഇവരറിയാതെ തന്നെ നമ്മൾ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. ഈ കൊളാബറേഷൻ ഉണ്ടാവുന്ന സ്കില്ലൊക്കെ ശരിക്കും ഒരു കമ്പനിയിൽ വളരെ പ്രയോജനപ്പെടും. അതെ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം IT സാധാരണ ലെവലിലേക്ക് വളരെ കുറച്ച്, എന്റെ ഒരു ആംഗിളാണ് കേട്ടോ, വളരെ കുറച്ച് മറ്റുള്ള സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ മറ്റുള്ള കൺട്രികളിലും നമ്മൾ പല കാര്യത്തിലും മുന്നിലാണെങ്കിലും ടെക്നോളജി ഉപയോഗിക്കുന്നതിൽ വളരെ പിന്നിലാണെന്നുള്ളതാണ്. അപ്പോ ജസ്റ്റ് ഒരു വെബ്സൈറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, പല വലിയ കമ്പനികൾക്കും ഒരു നല്ല CRM പോലും അവരുടെ ഇത്രയും കാലത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് 1 ഇയറിലെ എല്ലാ ക്ലയൻസിനെയും കൂടെ ഒരു ഡേറ്റാബേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് കളക്ട് ചെയ്യുന്നതാണ്. പക്ഷെ പല സ്റ്റോറുകൾക്കാണ് ഇതിന് കറക്റ്റായിട്ട്, പിന്നെ ഇവരെ റെഗുലറായിട്ട് ഒരു ഗ്രീറ്റ് ചെയ്യാനുള്ള ഒരു വാട്സാപ്പിൽ ഒരു ബൾക്കായിട്ട് പോകും. ഇങ്ങനെയുള്ള പല സിസ്റ്റംസിലും പോലും ഇല്ലാത്ത അവസ്ഥ. ഞാൻ പറയുന്നത് 10-20,000 കോടി ടേൺ ഓവർ ഉള്ള കമ്പനിയുടെ കാര്യം പറയുന്നത്. അപ്പോ ഇങ്ങനെ സ്റ്റുഡൻസിന് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും പറ്റുമല്ലേ? ചെറിയ പ്രോബ്ലംസ്, വളരെ ചെറിയ കാര്യങ്ങൾ. ഞാൻ പറയുന്ന ഇവിടെ ഒരു മൈൻഡ് സെറ്റ് 2 സ്ഥലത്തും. ഈ പിള്ളേരാണെന്നുണ്ടെങ്കിലും ഇവര് വലിയ പൈസയൊന്നും നോക്കാതെ ഇവിടെ ഇനഫ് ഒരുപാട് റിക്വയർമെന്റുകൾ ചെറുതുണ്ട്. ആ ചെറിയ സൊല്യൂഷൻസുമായി ചെറിയ പൈസയ്ക്ക് ചെയ്യുവാണെങ്കിൽ ആ ബിസിനസ്സുകാർക്കും അത് പ്രയോജനപ്പെടും. അപ്പൊ ആ ഒരു മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചെറിയൊരു പോക്കറ്റ് മണി ആണെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റുഡൻസിൽ ഞാൻ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരത് ചെറിയ പൈസക്കൊന്നും ആർക്കും ചെയ്യുന്നില്ല. ഞാൻ അവരെക്സ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഹ്യൂജ് മണി ഇനീഷ്യലി തന്നെ അത് വളരെ വലിയ രീതിയിൽ പ്രൊഫഷണൽ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഞാനൊക്കെ എന്റെ തുടക്കത്തില് പൈസ
ഞാൻ എങ്ങനെ അത് കമ്പനിയിലേക്ക് വന്നതെന്ന് കൂടെ ഞാനൊന്ന് പറയാം. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ കോളേജിന്റെ വെബ്സൈറ്റ് ചെയ്യാം. അത് ഞാൻ കോളേജിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ്. കോളേജിന് എനിക്ക് 100% അറ്റൻഡൻസ് ഉണ്ട്, പക്ഷെ കോളേജിന്റെ ലാബിലൊക്കെ ഇരുന്ന് ചുമ്മാ വർക്ക് ചെയ്തുകൊണ്ട് എന്തെങ്കിലും എന്റെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഞാൻ കോളേജിന്റെ വെബ്സൈറ്റ് ചെയ്തു. കോളേജിന്റെ വെബ്സൈറ്റ് നന്നായിട്ട് വന്നു. അപ്പൊ എഞ്ചിനീയറിംഗ് കോളേജസ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്പർ 1 പൊസിഷനിലെത്തി. അത് കഴിഞ്ഞ് അതിന്റെ അടിയിൽ ഡിസൈൻഡ് ബൈ എബിൻ എന്ന് വെക്കാൻ വേണ്ടിയാണ് ഡിസൈൻഡ് ബൈ എബിൻ എന്ന് വെച്ചു. അപ്പൊ എന്റെ മെന്റർ, ഇപ്പോഴും കമ്പനിയുടെ മെന്റർ ജോസഫ് സാർ പറഞ്ഞു, നീ ഒരു പേര് വെക്കുന്നെങ്കിലും നല്ലൊരു കമ്പനി ആയിട്ട് വെക്കുക. അങ്ങനെ വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞ പേര് പുള്ളിയാണ് സജസ്റ്റ് ചെയ്തത്. അപ്പൊ പേര് അങ്ങനെ ഇട്ടു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് തന്നെ ഒരാൾ അതിൽ നിന്നൊരു അതിന് വെബ് ആൻഡ് ക്രാഫ്റ്റ്സ്.com പോയി ഒരു നമ്പർ വിളിച്ച് എന്റെ ഫോണിലേക്ക് വിളിക്കുവാണ്, നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഞാൻ ആ വീട്ടിൽ പോയി കണ്ട്. അപ്പൊ ഞാൻ പൈസയ്ക്ക് വേണ്ടിയൊന്നും അല്ല പോകുന്നത്. അവിടുന്ന് ഒരു 10-40 കിലോമീറ്റർ അകലെ ഉള്ള ഔട്ട്സൈഡ് ചെന്നൈയാണ്. അപ്പൊ അവിടെ പോയി അപ്പൊ എനിക്ക് ലഞ്ചൊക്കെ തന്നു, കാര്യങ്ങളൊക്കെ. അപ്പൊ അബാക്കസിന്റെ ഒരു വെബ്സൈറ്റാണ് ചെയ്യേണ്ടത്. അതെല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ കളക്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോരുന്നവരെയും എന്റെ പോക്കറ്റിൽ ഒരു 5000 രൂപ എടുത്തു തന്നു. അപ്പൊ ആ 5000 രൂപയും വാങ്ങിച്ചിട്ട് നീ ഇത് നന്നായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 5000 രൂപയും കൂടെ തരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എത്ര കോട്ട് ചെയ്തിട്ടില്ല, അപ്പൊ ഞാൻ പൈസയും ചോദിച്ചിട്ടില്ല. പക്ഷെ പുള്ളി ഇങ്ങോട്ടായിട്ട് പറഞ്ഞു. അപ്പൊ അതാണ് ആദ്യത്തെ ഞാൻ ഏൺ ചെയ്യാം. അപ്പോഴാണ് എനിക്കിത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോ അത് കഴിഞ്ഞ് ഇങ്ങനെ പല 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 ചെറിയ ചെറിയ ടാസ്കുകൾ വന്ന് ഞാൻ ആദ്യത്തെ ഒരു 10 പ്രോജക്റ്റിന് ഞാൻ കോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പയ്യെ ഗ്രോ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആദ്യം ക്ലിന്റിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഡിസൈൻ ഞാൻ ചെയ്യുന്നതിലും നന്നായിട്ട് അതിന്റെ ടേസ്റ്റ് ഉള്ള ഒരാൾ ആദ്യത്തെ 2-3 പ്രോജക്റ്റ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്ത് വരുന്നത്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് റിക്വയർമെന്റ് കിട്ടും, കുറച്ചും കൂടെ ആൾക്കാരെ കൺവിൻസ് ചെയ്യാം. ആദ്യം നമ്മൾ പഠിക്കുക എന്നുള്ള ഒരു ടാർഗറ്റ് സ്റ്റുഡൻസ് കാണുന്നത്. ഞാൻ പറഞ്ഞ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി കിട്ടുന്നതിന് ഞാൻ പറയുന്നത് അതിന് മുമ്പ്, അതിനുള്ള കാലഘട്ടത്തിന് മുമ്പ് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ അപ്പൊ ഈ പറഞ്ഞ പ്രോഡക്ട്സിലൊക്കെ ആക്ച്വലി മെന്ററിങ് എബിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, കാര്യങ്ങളുടെ മെന്ററിങ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്തായിരിക്കണം സ്റ്റുഡൻസിന് മെന്റേഴ്സിനോടുള്ള ഒരു അപ്രോച്ച്? കാരണം മെന്ററിങ് എങ്ങനെ അവരെ ബിൽഡ് ചെയ്യാൻ പറ്റും? ഈ മെന്റേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് നമ്മള് ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഫോർച്ചുനേറ്റ് എനിക്ക് നല്ല മെന്ററെ കിട്ടി. പുള്ളി ടെക്നിക്കൽ സൈഡിൽ നിന്നോ ഒന്നും അല്ല. എനിക്ക് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ വാല്യൂ സിസ്റ്റം സ്ട്രോങ് ആക്കുക, നമ്മുടെ എത്തിക്കലായിട്ട് നമ്മളെ കാര്യങ്ങളിലേക്ക് നയിക്കുക. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ജോസഫ് സാറ് അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ സ്പിരിച്വലി ആണോ എന്ന് ചോദിച്ചാൽ ഈ നമ്മള് പള്ളിയിൽ പോകുന്ന കാര്യങ്ങളൊന്നും അല്ല, എന്നാലും പോസിറ്റീവ് തിങ്കിങ്, നമ്മള് മറ്റുള്ളവരോട് കാണിക്കേണ്ട മിനിമം കേട്ടസി അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ എനിക്ക് നല്ല നല്ല താങ്കളൊരു സുഹൃത്താണ്. ഇതേപോലെ ബിസിനസ്സിലാണെങ്കിൽ ക്ലയൻസ് എനിക്ക് കുറച്ച് നല്ലതാണ്. അപ്പൊ മെന്റേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരണം എന്ന് ആഗ്രഹിക്കുന്ന അവര് ഒരു പ്രതിഫലം പ്രതിഫലം കൊടുക്കുന്ന മെന്റേഴ്സും ഉണ്ട്. ഞാൻ അത് മോശമാണെന്നല്ല പറയുന്നത്. അതും വേണ്ടിയ ബിസിനസ് ഒരു റേഞ്ചിൽ വരുമ്പോൾ അത് ആവശ്യമാണെങ്കിൽ അതും ചെയ്യണം. പക്ഷെ നമ്മള് ഒരു ഇനീഷ്യൽ ലെവലിൽ ഒരു കോളേജ് സ്റ്റുഡന്റിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ചിലപ്പോൾ ഒരു അപ്പൻ പോലും ഒരു മെന്റർ ആവാം. ഒരു പ്രതിഫലം വാങ്ങാതെ നമ്മൾ ഗ്രോ ചെയ്യുന്നതിൽ റിയലി മനസ്സിൽ നിന്ന് അയാൾ സന്തോഷിക്കുന്ന ഒരാളാണെന്നോട്ടെ അയാൾ മെന്ററായിട്ട് ഫസ്റ്റ് ക്രൈറ്റീരിയ അതായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ കാലത്തും ഒരു ലോകം ഭയങ്കര ഫാസ്റ്റ് ആയി. പണ്ട് ഒരു ടീച്ചർ എന്നൊക്കെ പറയുന്നത് ഇൻഫർമേഷൻസ് അവര് ഒരുപാട് ബുക്കുകളൊക്കെ വായിച്ച് കിട്ടിയ ഇൻഫർമേഷന്റെ മുകളിൽ നിന്നാണ് അവർ ടീച്ചർ ആവുന്നത്. അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കുറെ കാര്യങ്ങൾ. ശരിക്കും ഇന്ന് മെന്റേഴ്സ് ആണ് കുറച്ചുകൂടി അതിന് ആ പെർസ്പെക്റ്റീവ് ആണ് വരുന്നതെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഇൻഫർമേഷൻസ് ഓവർലോഡറാണ്. ഇഷ്ടംപോലെ ഇൻഫർമേഷൻ, ഗൂഗിളാണ് ഏറ്റവും വലിയ ലൈബ്രറി. ശരിക്കും മെന്റർ എന്ന് പറഞ്ഞാൽ കോളേജിൽ പേരിട്ട് പോലും ആ മെന്റർ എന്നുള്ള പെർസ്പെക്റ്റീവ് മെന്റേഴ്സ് ആയിരിക്കണം ഇന്നൊരാളെ ശരിക്കും ഗൈഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. എന്താണ് ജിലുവിന് അതിൽ പറയാനുള്ളത്?
ഞാനും എനിക്ക് മെന്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഇത് വന്നത് ഞാൻ കമ്പനി ജോയിൻ ചെയ്ത ശേഷമാണ് ജോസഫ് സാർ വന്നത്. അതിന് മുന്നേ ഈ പറയുന്ന പോലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാര് അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി എന്നുള്ള ഒരു ആംഗിൾ അപ്പുറത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു മെന്റർ എന്ന് പറയാനായിട്ടൊരു പേരിട്ട് ആ ഒരു ട്രാക്കിലായിരുന്നില്ല ഞാൻ. ഇപ്പോൾ കൂടുതൽ ഡിസ്കഷൻസ് ഞാൻ കേൾക്കുന്നത് ഈ ഓൺടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ഉണ്ടാവുക, അല്ലെ ഈവൻ എനിക്ക് തോന്നുന്നു അത് ചിലപ്പം എനിക്കറിയില്ല സ്റ്റുഡൻസിന്റെ ഇടയിലും അതൊരു അവർക്കത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ടോ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. കാരണം പണ്ട് നമ്മൾ വന്നു ഒരു കരിക്കുലം പഠിച്ചു, അതിന് കൂടെ ലേൺ ചെയ്യുന്ന കുറച്ച് ഫണ്ടമെന്റൽസ് ഉണ്ട്, തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ അതിനൊക്കെ മേലേക്ക് കയറി പഠിക്കണം, ടെക്നോളജിയിൽ അഡ്വാൻസ്ഡ് ആവണം, കൂടുതൽ ഒരുപാട് എക്സ്പോഷർ കിട്ടണം, ഇങ്ങനെ നമ്മൾ അവരെ ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. എനിക്ക് മനസ്സിലായിടത്തോളം ഈ പറയുന്ന മെന്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പം എനിക്കുണ്ടായ വലിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാല് പഠിക്കുക അക്കാഡമിക്സ് അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തില് തോൽവി വരുമ്പോൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് വലിയൊരു പാട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ജയിക്കുമ്പോൾ നമ്മൾ ആ ജയം ഹാൻഡിൽ ചെയ്യുന്നതും വലിയൊരു ഒരു പാട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ബേസിക്സ് ആയിരിക്കാം, പക്ഷെ അത് പറഞ്ഞു തരാൻ ആരും ഇല്ല എന്നുള്ള ഒരു ഏരിയയാണ് എനിക്ക് മെന്റേഴ്സ് എനിക്ക് എപ്പോഴും വളരെ ഹെൽപ്ഫുൾ ആയിട്ട്. ഈവൻ നമ്മുടെയൊക്കെ കാര്യത്തിലാണെങ്കിലും ജോസറൊക്കെ അത് വളരെ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരും. ജയിക്കുക എന്നുള്ളതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വലിയൊരു ഒരു കാര്യമാണ്. നമ്മുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഒരു ക്ലാസ്സാണ്. സോ ഈ ഓൺടർപ്രണർഷിപ്പ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ പഠിച്ചു പോയി ഒരു ജോലി തുടങ്ങിയാൽ ഒരു കമ്പനി തുടങ്ങി 4 പേരെ ഹയർ ചെയ്തു എന്നുള്ളത് അതിന്റെ ഒരു വളരെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ പറയുള്ളൂ. ആ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പിന്നീട് വരുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ അത് അവിടെ ഇറങ്ങിയാലേ അതിന്റെ ഒരു ഇന്റൻസിറ്റി പിടികിട്ടുള്ളൂ. സോ ആ ഒരു സമയത്ത് മെന്റേഴ്സ് വളരെ ആവശ്യമാണ് നമ്മളെ ഇമോഷണലി ട്രാക്കിലായിട്ട്. നമ്മുടെ സ്കെയിലിന് അത് ഒരുപാട് തീർച്ചയായിട്ടും പേഴ്സണലി പ്രൊഫഷണലി. ഞാൻ പക്ഷെ സ്റ്റാർട്ടപ്സ് പിള്ളേര് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാതെ കിട്ടുന്ന കുറെ എക്സ്പോഷറുകളുണ്ട്. അത് ഒരുപാട് ഗുണം ചെയ്യും അവർക്കൊരു ആ കമ്പനി ബിൽഡ് ചെയ്ത് അവർ ആ കമ്പനിയിൽ സക്സസ്ഫുൾ ആയി എന്നുള്ളതിനേക്കാൾ കൂടുതൽ 33% സ്റ്റാർട്ടപ്സ് മാത്രമേ സക്സസ് ആവാറുള്ളൂ അറിയാലോ. പക്ഷെ ആ ഇൻഡിവിജ്വലിൽ ഉണ്ടാവുന്ന ഒരു മാറ്റങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ പേഴ്സണലി അങ്ങനെയുള്ള റെസ്യൂംസ് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അവർക്ക് ഡെവലപ്പായി വരുന്ന കുറെ സ്കില്ലുകൾ ഇതായിരുന്നു. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എബിന് ആ സ്കില്ല് ഉണ്ടായിരുന്നു ആ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നതിന്. ഇപ്പൊ ചില സ്റ്റുഡൻസിനെ എനിക്ക് കാണുമ്പോൾ തോന്നാറുണ്ട് ഭയങ്കര സ്കില്ലുണ്ട്, പക്ഷെ ഇവര് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ അത്ര ഇതല്ലേ. ഇപ്പൊ ഞാൻ എന്റെ കോളേജ് പഠിക്കുന്ന ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ഒരു കമ്പനിയിൽ HR പറഞ്ഞത് ഇന്റേൺഷിപ്പ് പോയപ്പോ 9 lakhs സാലറി കൊടുക്കണം. ഓക്കെയാണ് ഉള്ള സ്കില്ലില്, പക്ഷെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള അവരെടുക്കില്ല പുള്ളിയെ. കാരണം ആ ഒരു ടീം വർക്ക് മെന്റാലിറ്റി ഇല്ല. ഈ ടീം വർക്ക് മെന്റാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ചിലപ്പോ ഇതുപോലെ പ്രൊജക്ട്സ് ഇത് സോഫ്റ്റ് സ്കിൽസ് എന്നുള്ള പറയാം. അപ്പൊ അത് തന്നെയാണ് ഇപ്പോൾ ഉള്ള ഒരു മാറ്റം എന്ന് വെച്ചാൽ ഇപ്പൊ ജെൻസി എന്നൊക്കെ ഒത്തിരി രീതിയിൽ ഇതിനെ പറയുന്നുണ്ട്, പുതിയ ഒരു ജനറേഷന്. അപ്പൊ ഞങ്ങൾ ഇത് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ 10 വർഷം മുമ്പ് ഉണ്ടാവുന്ന രീതിയിലല്ല ഇന്നത്തെ പിള്ളേര്. പക്ഷെ അതിൽ അവരുടെ സ്കിൽഡാണ് അവരോട്. പക്ഷെ ഇതൊരു വലിയ ഡിബേറ്റബിൾ അല്ലെങ്കിൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് ചിലപ്പോ അവരായിരിക്കില്ല മാറേണ്ടത്, നമ്മുടെ കമ്പനികളുടെ രീതിയിൽ നിന്നായിരിക്കും മാറാം. അപ്പൊ ഇനിഷ്യലി എനിക്ക് കുറെ നമ്മളും ചെയ്യുന്നതിൽ എനിക്ക് തെറ്റുപോലും പറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഈ പണ്ടുള്ള ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോൾ ഉള്ള ആൾക്കാരോട് ബിഹേവ് ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതേ സെയിം റിസൾട്ട് അല്ല, അല്ലെങ്കിൽ ആ സെയിം കമ്മിറ്റ്മെന്റ് അല്ല. അവർ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇതെന്താണ് ഇവൻ ഇങ്ങനെ പെരുമാറുന്നത് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്, ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. അപ്പൊ അവരത് നമ്മുടെ ഇമോഷൻസ് പോലെ അല്ല അവരുടെ ഇമോഷൻസ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു വലിയൊരു മാറ്റം അത് ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുക അവര് നമ്മളെ പോലെ ആവണം, നേരെ തിരിച്ചും നമ്മള് അവരെ പോലെ ആവണോ അവരുടെ കോൺസെപ്റ്റിലേക്ക് നമ്മൾ മാറാനും തയ്യാറാവുമോ എന്നുള്ളൂ. അപ്പൊ ഇത് രണ്ടും ഒരു കോൺഫ്ലിക്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പക്ഷെ ഈ ന്യൂ ജനറേഷന് വേണ്ടി
കമ്പനികൾ മാറുക എന്നുള്ള രീതിയിലാണ് ഇപ്പോ സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. അപ്പോ ഞങ്ങളും അതിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പക്ഷേ ഈ ഒരു കാര്യത്തില് നിങ്ങളെ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്തായാലും ഈ വാല്യൂസും ഈ സോഫ്റ്റ് സ്കിൽ ഇങ്ങനെയുള്ള കൊളാബറേഷൻ ഇതിനുള്ള എന്തെങ്കിലുമുള്ള ആക്ടിവിറ്റീസും ഒരു ഒരു അക്കാഡമിക്സ് വിട്ടിട്ട് ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ള നമ്മളൊരു ആനുവൽ ഡേ നടത്തുവാണ്. അവിടെ ഒരുപാട് അതിന്റെ ഒരു എനർജിയും ഉണ്ടാവുന്നതിന് ഒരു കൊളാബറേഷൻസ് ഒരുപാട് കാര്യങ്ങൾ, ഒരു ടീം വർക്ക് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആൾക്കാരെ ഇൻവോൾവ് ചെയ്യുമ്പോൾ കളക്റ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പല പല ഇനിഷ്യേറ്റീവ്സ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ് എങ്ങനെയാണ് അത് ബിൽഡ് ചെയ്യാന്നുള്ള രീതിയിൽ. ഒരു 400 എംപ്ലോയീസ്, 40 crores ടേൺ ഓവർ, 35 കൺട്രീസിൽ ക്ലയൻസ് ഒക്കെ ആയിട്ട് ഒരു വലിയ ഒരു ഗ്ലോബൽ സ്കെയിലിന്റെ ഉള്ള കമ്പനിയുടെ ഫൗണ്ടറായി. അപ്പോ ആ ലെവലില് ആ സ്കെയിലിൽ നിന്നുകൊണ്ട് 18 years ഉള്ള എബിനോട് എന്തായിരിക്കും ഇന്നത്തെ കമ്പനി നേരത്തെ തുടങ്ങാൻ അങ്ങനെ പറയാൻ പറ്റില്ല. ജിലുവിനെ നേരത്തെ കെട്ടണമെന്ന് പറയും. എന്തായിരിക്കും ജിലുവിനോട് പറയാം? അതാണ് വെറുതെ പറയാം. 18 വയസ്സിൽ ജിലുവിനെ കാണാമായിരുന്നു എന്ന് പറയുന്നത്. ഞങ്ങള് എനിക്ക് 26 വയസ്സുള്ളപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. കുറച്ചുകൂടെ നേരത്തെ കെട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് ഗ്രോ ചെയ്തിട്ടുണ്ട് കമ്പനിയിൽ. നമ്മള് 10 വർഷമായി, 10 വർഷത്തിന് മുകളിലായി നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലേ. അപ്പോ ഇന്നും ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് കേരളത്തിലുള്ള ഓൺട്രപ്രണേഴ്സിനെ നല്ല ക്വാളിറ്റി ആയിട്ട് പല കാര്യങ്ങളും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോ 10-12 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു അന്ന് നാട്ടില് 20,000-30,000 രൂപയ്ക്കാണ് നല്ല വെബ്സൈറ്റ് ഒരാള് മാക്സിമം സ്പെൻഡ് ചെയ്യുന്നത് 1 lakh ഒക്കെയാണ്. അന്ന് നമ്മള് പരിചയപ്പെടുകയും എന്നോട് പറഞ്ഞ ഡ്രീം അനുസരിച്ച് ഞാനൊരു ഏകദേശം വലിയൊരു വോട്ടൊക്കെയാണെന്ന് പറഞ്ഞു. എന്നാലും നമ്മളൊരു 4.5 lakhsലേക്കൊക്കെ എഗ്രി ചെയ്തു. അങ്ങനെ നല്ലൊരു വെബ്സൈറ്റ് ചെയ്യുകയുണ്ടായി. അന്ന് അത്രയും വലിയ എന്നെ എന്ത് വിശ്വസിച്ചുകൊണ്ടാണ് 4 ലക്ഷം രൂപയുടെ ഒരു വെബ്സൈറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചത്. ആ ഒരു മൈൻഡ് സെറ്റ്, അതൊരു എന്നുവെച്ചാൽ ആ മൈൻഡ് സെറ്റ് ആണ് പിന്നെ ആ വെബ്സൈറ്റ് വന്നത് നല്ലതായിട്ട്. ആ മൈൻഡ് സെറ്റ് ഉണ്ടായത് എന്തെന്നും പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നന്നായിട്ട് ചെയ്താൽ എന്തെങ്കിലും റിസൾട്ട് അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ഇങ്ങനെ അല്ല. കേരളത്തിൽ ഈ കേരളത്തിലുള്ള ഓൺട്രപ്രണേഴ്സ് ഈ മാറ്റം ഉണ്ടായാൽ അവർക്കുണ്ടാവുന്ന അവരുടെ ബിസിനസ്സിലുണ്ടാവുന്ന നേട്ടത്തിനെ പറ്റി തുറന്നു പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പൊ അത് അവരെ ഹെൽപ്പ് ചെയ്യും. ഞാൻ അതായത് എനിക്ക് നല്ല രീതിയിലുള്ള ഗുണം അതിലുണ്ടായിട്ടുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു ആ സമയത്ത് കേരളത്തിൽ അത്രയും കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ വെബ്സൈറ്റ് ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരുന്നു. ആ വെബ്സൈറ്റ് അന്ന് ചെയ്ത ഇപ്പം 4.5 ലക്ഷം രൂപയ്ക്കാണ് വെബ്സൈറ്റ് ചെയ്തതെന്ന് 4.5 ലക്ഷം രൂപയ്ക്കാണ് വെബ്സൈറ്റ് ചെയ്തതെന്ന് ആരും നമ്മളോട് ചോദിക്കത്തില്ല. പക്ഷെ ആ വെബ്സൈറ്റ് ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അന്ന് നമ്മൾ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ മാർക്കറ്റിങ്ങിലാണ് കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കോളേജുകൾ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. അപ്പൊ മാർക്കറ്റിങ്ങിന് എന്തൊക്കെ എലമെന്റുകൾ വേണം എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു. അപ്പോൾ അതില് ക്വാളിറ്റി ആണല്ലോ എപ്പോഴും നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് ഷോക്കേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും വേറൊരാൾക്കത് ഇത് ഇത്ര രൂപയ്ക്കാണ് ബിൽഡ് ചെയ്ത് മനസ്സിലായില്ലെങ്കിൽ പോലും അയാൾക്ക് അതിന്റെ ആ ക്വാളിറ്റി കാണുമ്പോൾ അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ മാർക്കറ്റിങ്ങിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തന്നെ ഇപ്പൊ അതില് പ്ലേസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ്, അതിനും ഒരു സ്റ്റോറി ഉണ്ട്. അതിനകത്ത് എനിക്ക് ടോവിനോയുടെ ചെറിയ അതായത് അതില് ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോസ് ആക്ച്വലി ഒരു കോളേജസ് ഒരു ഫോട്ടോഷൂട്ടിന് ഉപയോഗിക്കുക ചിലപ്പോൾ ഇതേപോലെ തന്നെ ഒരു 20,000-30,000 രൂപയ്ക്കായിരുന്നു.
പക്ഷെ അന്ന് ഞാൻ കേരളത്തിലെ അന്ന് വനിതയുടെ ചീഫ് ഫോട്ടോഗ്രാഫർ ആയിരുന്ന എബ്രിഷേനെ വെച്ചിട്ടാണ് അന്ന് ആ ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നത്. അപ്പം ഏറ്റവും ടോപ്പ് ഫോട്ടോഗ്രാഫർ തന്നെ ഉപയോഗിച്ചു. അപ്പൊ അദ്ദേഹം ഏറ്റവും ടോപ്പായിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മോഡൽസിനെയാണ് അന്ന് ഫോട്ടോ, കാരണം ഫോട്ടോ ബെസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ 360 ഡിഗ്രിയിൽ എല്ലാം ഓക്കെ ആവണം. അതിൽ മോഡൽസ് അടിപൊളിയായിരിക്കണം, ഫോട്ടോഗ്രാഫർ അടിക്കണം, മേക്കപ്പ് മാൻ നന്നായിരിക്കണം. അതിലെ മേക്കപ്പ് മാൻ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ റേഞ്ച് റോവർ ഓടിച്ചെടുക്കുന്ന അനുസരിച്ച് കേരളത്തിലെ ഏറ്റവും ടോപ്പ് മേക്കപ്പ് മാൻ ഉണ്ട്. അന്നാല് ജസ്റ്റ് മേക്കപ്പ് ചെയ്യാൻ വന്നതാണ്. അന്ന് മോഡൽസ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന അതില് ടൊവിനോ, ഇത് എത്ര വലിയ സ്റ്റാറാന്നറിയാം, പ്രയാഗ മാർട്ടിൻ, നേഹ, സൃന്ദ, ഋഷിയ സിംഗ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് തെലുങ്കിൽ വലിയ ഹീറോയിൻ, മാളവിക എന്ന് പറഞ്ഞ ഇന്ന് തെലുങ്കിലും തമിഴിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഹീറോയിൻ. അപ്പൊ എല്ലാ അന്നാ നല്ല ക്വാളിറ്റിയുള്ള മോഡൽസ് ആയതുകൊണ്ടാണ് അവര് ഭയങ്കര വലിയ സക്സസ്ഫുൾ ആയി. ഫോട്ടോസ് ഇപ്പൊ നമ്മൾ പല ഇന്നും ക്ലയൻസിനോട് പറയുന്നതാണ്, നമ്മൾ ഇപ്പൊ 10-60 ലക്ഷം രൂപ കൊടുത്ത് ഞങ്ങൾ വെബ്സൈറ്റ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇവിടെ കേരളത്തിലുള്ള പല കമ്പനികളിൽ ചെയ്യുന്നു. അപ്പോ നല്ലൊരു വെബ്സൈറ്റിന്റെ അകത്ത് പല കാര്യങ്ങളുണ്ട്. അതിന്റെ കണ്ടന്റ്, അതിന്റെ ബ്ലഡ് ആണ്. ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ആ എയ്ത്തസ്റ്റിക് ബ്യൂട്ടി ഉണ്ടാക്കുന്നത്. നന്നായി ഷോക്കേസ് ചെയ്യുകയും നല്ല വെബ്സൈറ്റ് നല്ല വെബ്സൈറ്റ്. അപ്പൊ എല്ലാം കൂടെ വന്നത് അന്ന് അത് വരികയും ഞങ്ങൾ ആ ഒരു സമയത്ത് നമ്മുടെ കമ്പനി എല്ലാ ആൾക്കാരെയും കൊണ്ടുപോയി കാണിക്കുന്ന ഒരു ഡെമോ മെയിൻ വെബ്സൈറ്റ് ആയിരുന്നു അന്ന് നമ്മൾ ചെയ്ത എഞ്ചിനീയറിംഗ് കോളേജിന്റെ വെബ്സൈറ്റ്. അതിന് എങ്ങനെ ട്രസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ റിസൾട്ട് ആണല്ലോ ഇവനും ഇത്രയും ഒരു 40 crore ടേൺഓവർ ആയിട്ടുള്ള. അന്ന് ഞാൻ കാണുന്ന സമയത്ത് നമ്മൾ അന്ന് പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് 10 to 20 എംപ്ലോയീസ് ഉണ്ടായിരുന്നു, അത്ര എംപ്ലോയീസ്. അപ്പം അതിൽ നിന്ന് ഇവർ ഇത്രയും ഗ്രോ ചെയ്തല്ലോ. എന്റെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ്, ഇത്രയും ഗ്രോത്ത് ചാൻസ് ഉള്ള ഒരു സ്റ്റാർട്ടപ്പിന് അന്ന് കാണാനോ അല്ലെങ്കിൽ അത് ചെയ്യാനോ നമുക്ക് പറ്റിയല്ലോ. അപ്പൊ അത് ചിലപ്പോ ഇവന്റെ നമ്മളെ ടോക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അത് ബിൽഡ് ചെയ്യാന്നുള്ള കോൺഫിഡൻസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഞാൻ വരുന്ന സമയത്ത് എന്നോട് ഷംസുദാന്റെ കാര്യം പറയാറുണ്ട്. കാരണം അന്ന് ഈ പറയുന്ന പോലെ നമ്മള് എബിൻ പറഞ്ഞ ചില വിഷന് അപ്പുറത്തെ സൈഡിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ ഒരു ഗ്യാപ്പ് വരും. അപ്പൊ എന്നോട് പറയാറുണ്ട്, കണ്ടോ ഇങ്ങനെയൊക്കെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് ആ ഒരു ഗ്രോത്ത് പെട്ടെന്ന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങളിൽ സാർ ഹാൻഡിൽ ചെയ്യുന്ന ചില ഏരിയാസ് ഉണ്ടല്ലോ, അതായത് ഇങ്ങനെയുള്ള ഒരു ബിഗിനർ ആവുക, മാർക്കറ്റിലെ പല കാര്യങ്ങളും ചെയ്യുന്നതിലും അതിലേക്ക് മടിക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുക, അതിലൊക്കെ തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. തീർച്ചയായും എനിക്കും എബിന്റെ ഗ്രോത്തും കാര്യങ്ങളിലും ഒത്തിരി ഇൻസ്പിറേഷൻ ആണ്. ഇപ്പൊ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഈ ഇന്റർവ്യൂന്ന് പോലും ഞാൻ ഒത്തിരി, അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റിൽ നിന്ന് പോലും ഞാൻ ഒത്തിരി കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ചുമ്മാ തള്ളാതെ സത്യസന്ധമായിട്ടും പറഞ്ഞത്, അല്ലാതെ വളരെ സത്യസന്ധമായിട്ടും വളരെ സത്യസന്ധമായിട്ടും കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ടീമിന് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും ടീമിന് വേണ്ടി ടൈം, എനിക്ക് ഇപ്പൊ എബിൻ പേഴ്സണൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ല. നമുക്ക് എപ്പോഴും ടൈം കിട്ടാതെ പോകുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ കുറച്ചുകൂടി പേഴ്സണൽ ആയിട്ട്. ഞാൻ സത്യസന്ധമായിട്ടും പറഞ്ഞാണ് ഞാൻ എന്താണ് പറയുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞങ്ങള് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ യൂസ് കാണുന്ന കാഴ്ചക്കാരോട് നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മളെയൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതാണല്ലോ. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് പേര് കണ്ടാലും അവർക്ക് ക്വാളിറ്റി ആയിട്ട് ഒരു കാര്യം ഡെലിവറി ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ ഓരോ ദിവസവും ഓരോ പഠനങ്ങളാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരുപാട് മിസ്റ്റേക്ക് വരുത്തി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ലേണിംഗ്. താങ്ക് യു. എല്ലാ വിശ്വസും മെന്റർ നെക്സ്റ്റ് ഒരു അടിപൊളി ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ വെബ് ആൻഡ് ക്രാഫ്റ്റ്സും ഉയർച്ചകളിലേക്ക് നെക്സ്റ്റ് ലെവൽ വിഷൻ കാണുന്ന പോലെ തന്നെ ഒരു വലിയ എന്റർപ്രൈസസുകൾ ക്ലയൻസ് ആയിട്ടുള്ള ഒരു വലിയ ഗ്ലോബൽ ഓർഗനൈസേഷൻ ആയിട്ട് വീണ്ടും തീർച്ചയായിട്ടും. താങ്ക് യു. താങ്ക് യു.